ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ശബരിമല കട്ടിളപ്പാളിയും ദ്വാരപാലക പാളികളും കടന്ന് കൊടിമരത്തിലെത്തി നിൽക്കുന്നു അഴിമതിയുടെ പുതിയ കഥകൾ. ചിതലരിച്ച കൊടിമരമെന്ന കാരണം പറഞ്ഞ് ദേവപ്രശ്നം നടത്തി കൊടിമരം മാറ്റിയതും വാജീവാഹനം തന്ത്രിക്ക് നൽകിയതുമൊക്കെ ഒരു തന്ത്രമായിരുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. തന്ത്രിയുടെ തന്ത്രങ്ങൾ ചെറുതല്ല എന്നും അതിന് കൂട്ടുനിന്നവർ ഇരുഭരണകാലത്തും ഉണ്ടായിരുന്നു എന്നുമുള്ള വിവരങ്ങളാണ് പുറത്തേക്ക്. കൊടിമരം നന്നാക്കാൻ ഫോണക്സ് കമ്മീഷൻ 3 കോടി 20 ലക്ഷം കൊടുത്തിട്ടും പിന്നെയും സിനിമാ താരങ്ങളിൽ നിന്നും ധനാഢ്യരിൽ നിന്നും കോടികൾ പിരിച്ചതിന്റെ വിവരങ്ങൾ SITക്ക് കിട്ടിയിരിക്കുന്നു. വാജീവാഹനം ദേവസ്വത്തിന്റെ സ്വത്തെന്ന ഉത്തരവ് കണ്ടില്ലെന്നാണ് വാജീവാഹനം കൈമാറിയ മുൻ ദേവസ്വം ഭാരവാഹികൾ പറയുന്നത്. ഉപ്പു തിന്നവർ വെള്ളം കുടിക്കുമെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ ആരൊക്കെ വെള്ളം കുടിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. കൊടിമരത്തിൽ കുടുങ്ങിയോ എന്നതാണ് ചോദ്യം. ദേവസ്വം ബോർഡ് മുൻ വിജിലൻസ് ചീഫ് ശ്രീ വി ഗോപാലകൃഷ്ണൻ, രാജു പി നായർ കോൺഗ്രസ് പ്രതിനിധി, മധു മണിമല അഖില ഭാരതീയ അയ്യപ്പ ധർമ്മ പ്രചാര സഭയുടെ ദേശീയ ജനറൽ സെക്രട്ടറി, ശ്രീ എം ജയചന്ദ്രൻ ഇടത് നിരീക്ഷകൻ, മഹേഷ് പണിക്കർ, ശില്പി എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. ആദ്യം ശ്രീ ഗോപാലിലേക്ക് പോവുകയാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ തന്ത്രിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിനകം ഒരുപാട് പുറത്തു വന്നു കഴിഞ്ഞു. തന്ത്രി ഇപ്പോൾ അറസ്റ്റിലായിട്ടുമുണ്ട്. പക്ഷേ തന്ത്രി ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മുന്നണിയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല അത് ചെയ്തത് എന്നതിന്റെ വിവരങ്ങൾ കൂടിയാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. കൊടിമരവുമായി ബന്ധപ്പെട്ടുള്ള വിവരം, അതിൽ അങ്ങയുടെ അറിവെന്താണ്? വന്ദേ മാതരം. സ്മൃതി, ഞാൻ 2015-16 കാലഘട്ടത്തിലാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അവിടുന്ന് സ്വയം ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒരു കത്ത് കൊടുത്തിട്ട്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോകാനുള്ള കാരണം അവിടുത്തെ അഴിമതിയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരായിട്ട് യുദ്ധം ചെയ്തു. ഒരേ സമയം പിന്നെ ഒരു ദേവസ്വം മിനിസ്റ്ററുടെ അനിയന്, അയാൾ അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു, അയാളെതിരായിട്ട് യുദ്ധം ചെയ്തു. ഒരുപാട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറത്ത് ശബരിമലയ്ക്ക് പുറത്ത് ഒരു IPS ഉന്നതൻ, പിന്നെ ഒരാൾ എനിക്ക് പെട്ടെന്ന് വരുന്നില്ല. ഇവന്മാരെല്ലാം കൂടെ ഒരു കുറുമുന്നണി ഉണ്ടാക്കി എന്നെ ദേവസ്വം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴേ ഇവന്മാർ ഈ IPS ഉന്നതൻ്റെ നേതൃത്വത്തിൽ അവിടെ ഇത് ചെയ്തു. എനിക്കെതിരായിട്ട് ഒരുപാട് അലിഗേഷനൊക്കെ പറഞ്ഞ് അവസാനം ദേവസ്വം ബോർഡ് ഹൈക്കോടതി തോട്ടത്തിൽ വീരാകൃഷ്ണ സാർ നേരിട്ട് അന്വേഷിച്ചു. സിംഗിൾ ഹാൻഡഡായിട്ട് വന്ന് എന്നെപ്പറ്റി ഞാൻ അറിഞ്ഞില്ല. അന്വേഷിച്ചിട്ട് അവസാനം ഓർഡർ ഇറക്കി. അപ്പോൾ അത് തോറ്റു കഴിഞ്ഞു. എന്നെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ കുറുമുന്നണി, ഈ IPS ഉന്നതൻ, പിന്നെ ഞാൻ IPS ഉന്നതനെതിരായിട്ട് 20 വർഷം പോലീസിൽ ഫൈറ്റ് ചെയ്തതാണ്. ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവർക്കും അറിയാം. ഈ IPS ഉന്നതൻ, ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ, പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മെമ്പർ, ഇവർ ചേർന്ന് പ്ലസ് ദേവസ്വം മിനിസ്റ്ററുടെ, അന്നത്തെ ദേവസ്വം മിനിസ്റ്ററുടെ അനിയൻ, ഇവരെല്ലാം കൂടെ ചേർന്ന് ഭീകരമായ അഴിമതിയാണ് അവിടെ നടത്തിയത്. അതിനകത്ത് നമ്മുടെ തന്ത്രിയും തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ നേരത്തെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ റഡാറിൽ തന്ത്രിയും തന്ത്രിയുടെ ശിഷ്യനും മേൽശാന്തിയും ഉണ്ടായിരുന്നു. ഞാൻ മേൽശാന്തിയെ കയ്യോടെ പിടിച്ചു. ഞാനും SI പ്രശാന്തും കൂടെ കയ്യോടെ പിടിച്ചു. പൈസ വാങ്ങിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യിച്ചു. പക്ഷെ തന്ത്രിയെ പിടിക്കാൻ പറ്റിയില്ല. പിന്നെ തന്ത്രിയെ പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞാൽ തന്ത്രിയുടെ കാലിൽ ഞാൻ നോക്കിയപ്പം അവിടെ ഇരുട്ടാണ്, ഒരാൾ കിടക്കുന്നു. അപ്പോൾ ഇയാൾ കഷ്ടപ്പെട്ട് എണീക്കാൻ നോക്കിയപ്പോൾ ഞാൻ നോക്കി, ഇതാരാ ഈ പാൻറ്റും സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഈ തന്ത്രിയുടെ കാല് കിടക്കുന്നത്. ഞാൻ നോക്കിയപ്പം അന്നത്തെ ദേവസ്വം സെക്രട്ടറി, ചീഫ് സെക്രട്ടറിയായിട്ട് റിട്ടയർ ചെയ്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം സീനിയർ IAS ഓഫീസറാണ്. തന്ത്രിയുടെ കാല് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാൾക്കെതിരായിട്ട് ഞാനന്ന് SP അല്ലേ, IPS ഓഫീസർക്ക് ഫൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ ഒരുപാട് റിപ്പോർട്ടുകൾ പ്രസിഡന്റിന് കൊടുത്തു, മറ്റേ ഇവർക്ക് കൊടുത്തു, പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കൊടുത്തു. അവസാനം ഞാൻ ഈ പ്രയാർ ഗോപാലകൃഷ്ണന് ഞാൻ എഴുതി കൊടുത്തു, സാറിന് ഇവിടെയുള്ള സകല കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും പിടിച്ചുപറിക്കാരുടെയും അടുത്താണ് സാർ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ വിജിലൻസ് ചീഫാണ്. ഞാൻ സാറിൻ്റെ അടുത്ത് 7-8 പ്രാവശ്യം പറഞ്ഞു, I just want to talk to you for 5 minutes. സാർ എനിക്ക് തന്നില്ല.
സാറിന് യുവമായിട്ട് സംസാരിക്കാൻ സമയമുണ്ട്, ഞാൻ പോകുന്നു, ഇനി ഞാൻ ഇവിടെ തുടരില്ല. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ശരി, ശ്രീ രാജു പി നായർ, ഇപ്പോൾ പോറ്റിയെ കയറ്റിയതാര് എന്ന പാട്ട് പാടുന്നു, അത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുന്നു. ഇപ്പോഴും CPM-നെ സംബന്ധിച്ച് ഒരാരോപണം അവിടെ നിൽക്കുന്നു. പക്ഷേ നിങ്ങളുടെ കാലയളവിലും ഉണ്ടായിരുന്നു ചില വലിയ അഴിമതിയുടെ വിവരങ്ങൾ എന്ന കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണല്ലോ. ഇപ്പോൾ കൊടിമരത്തിൻ്റെ കാര്യമാണെങ്കിൽ കൊടിമരം അതിന് കേടുപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് അന്ന് ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിരുന്ന അജയ് തറയിൽ പറയുന്നത്. ഒരുപക്ഷെ ശരിയായിരിക്കും, സിമന്റ് ഇളകിപ്പോയി അതിൻ്റെ കമ്പികളൊക്കെ പുറത്തേക്ക് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൊടിമരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ പണം പിരിക്കൽ നടന്നിരിക്കുന്നു എന്നതാണ്. അതായത് ഫോണെക്സ് ഫൗണ്ടേഷൻ ദേവസ്വം ബോർഡിന് പണം സംഭാവന ചെയ്യുന്നുണ്ട്. അത് 3,20,00,000 അതുകൂടാതെ പല പണക്കാരിൽ നിന്നും സിനിമാ താരങ്ങളിലും ഒക്കെ പണം പിരിക്കുന്നു. ആ പണം പിരിക്കലിനൊക്കെ തന്ത്രിയുടെ പ്രധാനപ്പെട്ട റോളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനൊപ്പം കൂടെ നിൽക്കുന്ന ദേവസ്വം ബോർഡ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ കാലത്ത് നടക്കുന്നതല്ല എന്ന് വ്യക്തമാകുകയല്ലേ ശ്രീ രാജു പി നായർ? പ്രതി ഏതു മുന്നണിയുടെ സമയത്താണെങ്കിലും, ആര് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരിക്കുന്ന കാലത്താണെങ്കിലും അവിടെ എന്തെങ്കിലും അനധികൃതമായി ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം, അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഞങ്ങൾ ഒരിക്കലും ഒരാളെയും സംരക്ഷിക്കില്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ. ഒന്ന്, ഈ വാജിവാഹനം കൈമാറുന്നത് വളരെ പരസ്യമായിട്ടാണ് കൈമാറുന്നത്. നിങ്ങൾ അതിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ടല്ലോ, പ്രയാർ ഗോപാലകൃഷ്ണൻ, ശ്രീ അജയ് തറയിലും എല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഈ വാജിവാഹനം കൈമാറുന്ന ചിത്രമുണ്ട്, ആൾക്കാരുമുണ്ട്. ഞാൻ ലോകത്തൊരിടത്തും ഒരു കൊള്ള മുതൽ ആൾക്കാരെ വിളിച്ചുകൂട്ടി ഫോട്ടോഷൂട്ട് ചെയ്തുകൊണ്ട് കൈമാറുന്നത് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ആരെങ്കിലും അങ്ങനത്തെ കൊള്ള മുതൽ ഒരാൾക്ക് അത്തരത്തിൽ കൈമാറുമോ എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ജനം ചിന്തിക്കട്ടെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പണി നടക്കുമ്പോൾ, കൊടിമരത്തിൻ്റെ പണി നടക്കുമ്പോൾ ശ്രീ ASP കുറുപ്പ്, ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയർ, ആ ശ്രീ അഡ്വക്കേറ്റ് AS കുറുപ്പ് എല്ലാ ആഴ്ചയും അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, എല്ലാ ആഴ്ചയും ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയുടെ പൂർണ്ണമായ നിരീക്ഷണത്തിലാണ് ആ കൊടിമരത്തിൻ്റെ പണി അവിടെ നടക്കുന്നത്. അപ്പോൾ വളരെയധികം ചട്ടപ്രകാരം ഹൈക്കോടതിയെ അറിയിച്ച് ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയമിച്ച് എല്ലാ ആഴ്ചയും റിപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് ഈ കൊടിമരത്തിന്റെ നിർമ്മാണം അവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇനി ഇതെല്ലാം കഴിഞ്ഞ് ക്രമക്കേടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു സംശയത്തിനും ഞങ്ങൾ അതിനകത്ത് നിന്ന് അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല. എന്ത് സംശയവും അന്വേഷിക്കട്ടെ. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നും അതിനകത്ത് കൊണ്ടുപോയി കെട്ടണ്ട. ഇവിടെ പ്രശ്നം എന്താ? പ്രശ്നം 2019 ഉത്തരവാണ് ഇവിടുത്തെ പ്രശ്നം. ആ 2019 ഉത്തരവിൽ ആ ക്ഷേത്രത്തിനകത്ത് കീഴ്ശാന്തി ആയിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഇന്ന് 3 പേരും ജയിലിലായിരിക്കുന്ന ആ ബോർഡിന് എന്ത് താല്പര്യമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറാക്കാൻ? അവിടെയാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയെന്നുള്ളത് അവിടെയാണ്. അല്ലാണ്ട് ആരെങ്കിലും അമ്പലത്തിൽ കയറിയല്ല. ഉത്തരവിലേക്ക് എങ്ങനെ കയറി? അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രമാത്രം വലിയ വിശ്വാസപരമായും സാമ്പത്തികമായും വൈകാരികമായും കോടികൾ വിലമതിക്കുന്നത് കൈകാര്യം ചെയ്യാനുള്ള വിശ്വാസ്യതയുണ്ട് എന്ന് എങ്ങനെ കണ്ടെത്തി? ആ ബോർഡിന്റെ ഉത്തരവ് കൊണ്ടല്ലേ ഇയാൾ നടന്ന് കച്ചവടം നടത്തിയത്. ഇനി കച്ചവടം അങ്ങനെ അല്ല നടന്നിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. സ്മൃതി, എന്താ ഹൈക്കോടതി പറഞ്ഞത്? ഹൈക്കോടതി പറഞ്ഞത് അന്താരാഷ്ട്ര വിഗ്രഹമോഷണ സംഘവുമായിട്ടുള്ള സുഭാഷ് കപൂർ പോലെയുള്ള സംവിധാനങ്ങളുടെ മാതൃകയിലാണ് ഈ ക്രമക്കേട് നടന്നിരിക്കുന്നത്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇത് ഒരു ദിവസം ഇളക്കിക്കൊണ്ടുപോയി 39 ദിവസം കൊണ്ട് ഇതിന് ഒരു പൊട്ടൻഷ്യൽ ബയറെ കണ്ടുപിടിച്ച് അതിവിടുന്ന് കടത്താനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല. മറിച്ച് ഈ പറയുന്ന ഗൂഢാലോചന മുഴുവൻ നടത്തി അയ്യപ്പന്റെ ഈ സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെ പുറത്തെടുത്ത് അതിൻ്റെ കൃത്യമായിട്ട് മൗൾഡ് ഉണ്ടാക്കി, റെപ്ലിക്ക ഉണ്ടാക്കി, ആ റെപ്ലിക്ക സ്വർണം പൂശി അവിടെ കൊണ്ടുപോയി വെക്കാനും യഥാർത്ഥത്തിലുള്ള ദ്വാരപാലക ശില്പവും ക്ഷേത്രപ്പാളിയുമെല്ലാം ഇവിടെ നിന്ന് വിദേശത്തേക്ക് കടത്താനും വേണ്ടിയുള്ള ലോജിസ്റ്റിക്സ് ഉൾപ്പെടെ മുഴുവൻ ഗൂഢാലോചനയ്ക്ക് ശേഷം ആ ഗൂഢാലോചന ഭാഗമായിട്ടുണ്ടായതാണ് 2019 ഉത്തരവ്. ഹൈക്കോടതി പറഞ്ഞല്ലോ ഈ കേസിന്റെ മുഴുവൻ ഏറ്റവും വലിയ ഗൂഢാലോചന നടക്കുന്ന ഈ ഉത്തരവിലാണ്. ആ ഉത്തരവിലാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ അദ്ദേഹത്തിന്റെ കൈപ്പട കൊണ്ട് പിത്തള എന്നുള്ളത് മാറ്റി ചെമ്പാക്കിയെടുത്തത്. ആർക്കാണ് സ്മൃതി അറിയാൻ പാടില്ലാത്തത്? സ്വർണം പൂശിയതല്ല, സ്വർണം പൊതിഞ്ഞതാണ് ആ അയ്യപ്പന്റെ മുന്നിലുള്ള ശ്രീകോവിലിന് ഉള്ള മുഴുവൻ പാളികളും വാതിലും ഉൾപ്പെടെയുള്ളതെന്നും
UB ഗ്രൂപ്പ് അത് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളതല്ലേ. പക്ഷെ പത്മകുമാറിനും തന്ത്രിക്കും ഉൾപ്പെടെയുള്ള ഈ ഗൂഢസംഘത്തിന് അത്തരത്തിൽ അത് സ്വർണം പൊതിഞ്ഞതാണ് എന്നുള്ളത് അറിയില്ലായിരുന്നു, അവിടെ ചെമ്പായിരുന്നു എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? അപ്പോൾ ഈ കൊള്ളയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഗൂഢാലോചനയും തുടങ്ങുന്നത് 2019 ശരി. ആ 2019 ഉത്തരവിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ SIT പരിശോധിച്ചപ്പോഴാണ് ഇന്ന് 10ഓളം CPM-കാർ ജയിലിൽ കിടക്കുന്നത്. 10ഓളം CPM-കാർ ഇല്ലേ? N. വാസു, പത്മകുമാർ, പിന്നെ വിജയകുമാർ, ഇപ്പൊ ശങ്കർദാസ്, പിന്നെ മുരാരി ബാബു, സുധീഷ് കുമാർ, ഞാൻ ഇങ്ങോട്ട് എണ്ണിക്കഴിഞ്ഞാൽ GS ബൈജു തുടങ്ങി ഇങ്ങോട്ട് എണ്ണിക്കഴിഞ്ഞാൽ 10ഓളം CPM-കാർ ഇന്ന് ജയിലിനകത്താ. ഒരു കോൺഗ്രസ്സുകാരനെതിരെയും ഒരു മൊഴി പോലും ഇല്ല. സോണിയാഗാന്ധിയെ കണ്ട ഒരു ചിത്രം വെച്ചുകൊണ്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു റിപ്പോർട്ട് ചെയ്തതിൽ റിപ്പോർട്ടർ ഉണ്ടായിരുന്നല്ലോ. ശരി, അത് വിടൂ. അത് രാഷ്ട്രീയ ആരോപണമാകട്ടെ ശ്രീ രാജു പി നായർ. പക്ഷേ ചോദ്യം ചെയ്യാൻ പോകുന്ന മൊഴി അത് വിടല്ല സ്മൃതി, അത് വിടല്ലേ ജനം മനസ്സിലാക്കട്ടെ. കേരളത്തിലെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മുഴുവൻ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്ന ഒരു പുകമറയുണ്ടാക്കി. എത്ര ദിവസം കഴിഞ്ഞു നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട്? ഇതുവരെ ആ അന്വേഷണ സംഘം അടൂർ പ്രകാശിന് ചോദ്യം ഒരു ഇതെങ്കിലും സമൻസെങ്കിലും കൊടുത്തിട്ടുണ്ടോ? മൊഴിയെടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് വിളിച്ചു പറഞ്ഞ് വെടിവഴിപാട് നടത്തിയല്ലോ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ. എങ്ങനെയാണ് അത് വിളിച്ചു പറയാതെ ഒതുക്കത്തിൽ നിങ്ങളെ ആരെയും അറിയിക്കാതെ കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തത്? അതിൽ PS പ്രശാന്തിനെതിരെ കോടതിയുടെ നിരീക്ഷണമില്ലേ? 2019 ക്രമക്കേട് മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഹൈക്കോടതി ഉത്തരവിലൂടെ ഡയറക്ട്ലി ഇംപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള PS പ്രശാന്തിന്റെ ദേവസ്വം ബോർഡിനെ ചോദ്യം ചെയ്തതിനു ശേഷം ഇപ്പൊ എത്ര ദിവസം കഴിഞ്ഞു? ഇതുവരെ അയാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. ശരി, അടുത്തൊരു ചോദ്യം ചെയ്യൽ കൂടി ഉണ്ടാകുമെന്നുള്ള സൂചനകളുണ്ട്. ശ്രീ രാജു പി നായർ, കോൺഗ്രസിനെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായി ഉറപ്പായിട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. ഈ കൊടിമരത്തിന്റെ കാര്യത്തിൽ കൊടിമരത്തിന് സ്പോൺസർ ഉണ്ടായിരുന്നു എന്നതിനൊപ്പം തന്നെ പണം പിരിച്ചു എന്നതിന്റെ വിവരങ്ങൾ SITക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന UDF കാലത്തെ ദേവസ്വം ബോർഡിലെ അംഗങ്ങളും പ്രതികളാവുകയാണെങ്കിൽ അന്ന് നിങ്ങൾ എന്തു പറയുമെന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. രണ്ടാമത്തത്, അങ്ങ് പറഞ്ഞ ഒരു പോയിന്റ് ശരിയാണ്. ഈ വാജി വാഹനം ഒരു കട്ട മുതലായി അല്ലെങ്കിൽ അത് ഒരുമിച്ച് കക്കാനുള്ള ഒരു ആലോചനയായിരുന്നെങ്കിൽ ഫോട്ടോ എടുത്ത് പത്രത്തിൽ വരില്ലല്ലോ. അന്ന് തന്നെ വാജിമാനം കൈമാറുന്നതൊക്കെ പത്രത്തിലുണ്ടായിരുന്നു. ശരി, പക്ഷേ വാജി വാഹനത്തിന്റെ ഉടമസ്ഥനാകുന്നില്ല തന്ത്രി എന്നൊരു വിഷയം കൂടി ഉണ്ടെന്നേ. തന്ത്രിക്ക് എങ്ങനെ കൈമാറും? അപ്പോൾ അത് വിശ്വാസപരമായി അങ്ങനെ കൈമാറി എന്നാണ് ഇതിൽ അജയ് തറയിൽ പറയുന്നത്. അങ്ങനെ കൈമാറിക്കൂടാ, അത് ദേവസ്വത്തിന്റെ സ്വത്താണെന്ന ഉത്തരവുണ്ട്, ദേവസ്വം ബോർഡിന്റെ ഉത്തരവുണ്ട് 2012. ആ ഉത്തരവ് എനിക്ക് അറിയില്ല എന്ന്. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കുകയാണോ ഒരു ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുക? അല്ല, അവിടെ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കുന്നതിന് ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല. പക്ഷെ ഒരു ശബരിമലയിലെ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള അവസാനത്തെ വാക്കാരാ? തന്ത്രിയല്ലേ. തന്ത്രപ്രകാരം ഇത് അദ്ദേഹത്തിനാണ് കൈമാറേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അദ്ദേഹം അത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ശബരിമലയിലെ തന്ത്രവിധി പ്രകാരമുള്ള എല്ലാ ചടങ്ങുകളുടെയും ആചാരങ്ങളുടെയും അധിപനായ തന്ത്രി, ആ തന്ത്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണോ ആ ആചാരത്തെ നിഷേധിക്കാൻ കഴിയുക? അല്ലല്ലോ. അതിന് മറ്റുള്ള ഒരു ഉത്തരവുള്ളതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പരിശോധിക്കപ്പെടണം. ഞങ്ങളൊരു കാര്യം പറയാം, കോൺഗ്രസിന്റെ ആർക്കെങ്കിൽക്കുമെതിരെ എന്തെങ്കിലും തെളിവ് കിട്ടിയ ഒരു അന്വേഷണം ഉണ്ടായാൽ ഞങ്ങൾ CPM-നെ പോലെ വന്നിരുന്ന് ന്യായീകരിക്കില്ല. നിയമ നടപടി ഉണ്ടാവുന്നതിന് ആരെയും എതിർക്കുന്നില്ല. ശരി, ശ്രീ രാജു പി നായർ, അന്നത്തെ 2012 ഉത്തരവിൽ ഈ പ്രത്യേക ഭാഗം ക്രിയാദികൾക്ക് ശേഷം ആചാരപരമായി തന്ത്രിക്ക് അവകാശപ്പെട്ടവ കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് എന്ന് പറയുന്നതിൽ ക്ഷേത്രങ്ങളിൽ ഭാവചൈതന്യം സംക്രമിക്കപ്പെട്ട് ആചരിച്ചു പോരുന്നതും അങ്ങനെ അല്ലാത്തതുമായ ഭൗതിക വസ്തുക്കൾ കേടുപാടുകൾ ഉണ്ടാകുമ്പോഴോ ഉയർന്ന നിലവാരത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമ്പോഴോ നിലവിലുള്ളവ ഉപയോഗിക്കാറുണ്ട്. ഇക്കാര്യം സംബന്ധിച്ച പൂർവ്വകാല നടപടിക്രമങ്ങൾ എന്തു തന്നെ ആയാലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ പൊതുസ്വത്തായതിനാൽ ദേവസ്വത്തിന്റെ സ്വത്തായി തന്നെ നിലനിർത്തേണ്ടതാണ് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇനി എങ്ങനെയാണ് തന്ത്രിക്ക് കൈമാറുക? തന്ത്രി പറയുകയാണ് അത് എൻ്റെ ആണെന്ന്, എനിക്ക് അവകാശപ്പെട്ടതാണെന്ന്, അപ്പോഴേക്കും എടുത്തു കൊടുക്കുകയാണ്. അല്ല, ദേവസ്വത്തിന്റെ സ്വത്തായിട്ട് കൈമാറണം എന്നുള്ളതാണ്. തന്ത്രിക്ക് ആചാരപ്രകാരം അത് കൈമാറാൻ പാടില്ലെന്നില്ല. അത് കൈമാറിയപ്പോ തന്ത്രി ദേവസ്വത്തിന്റെ സ്വത്തായിട്ട് അത് രജിസ്റ്ററിൽ കയറ്റണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കാര്യമാണ്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ കാര്യങ്ങൾ മുഴുവൻ നടന്നത് ഹൈക്കോടതിയുടെ അറിവോടുകൂടിയല്ലേ? ഹൈക്കോടതി അമ്യൂസ്ക്യൂസ് ക്യൂറി നിൽക്കുമ്പോഴല്ലേ ആഴ്ചയിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോഴല്ലേ നടന്നിട്ടുള്ളത്? അപ്പൊ അത്തരത്തിൽ അതിനകത്ത് എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഹൈക്കോടതിയുടെ മുന്നിൽ അതുണ്ട്.
ഹൈക്കോടതി ഇത് സംബന്ധിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കണം. അത് സ്വത്തുക്കൾ തന്ത്രിക്ക് കൊണ്ടുപോകാൻ പാടില്ല, പക്ഷെ ആചാരപ്രകാരം തന്ത്രിക്ക് കിട്ടും. ശരിക്കും എന്താ തന്ത്രിക്ക് ലഭിക്കുന്നത് എന്തും അത് ദേവസ്വത്തിന് സ്വത്തായിട്ട് മാറേണ്ടതല്ലേ? ശരി. ഇപ്പൊ ഇന്ത്യൻ പ്രസിഡന്റിന് കിട്ടുന്ന സമ്മാനങ്ങൾ ഉൾപ്പെടെ അത് രാജ്യത്തിന്റെ സ്വത്താണ്. അപ്പൊ അതുകൊണ്ട് തന്ത്രിക്ക് ആചാരപ്രകാരം കൈമാറുന്നതല്ല പ്രശ്നം. തന്ത്രി അത് ദേവസ്വത്തിന്റെ സ്വത്താക്കി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് വിഷയം. അതില്ലാന്നുണ്ടെങ്കിൽ അത് തന്ത്രി അതിനകത്ത് ആൻസറബിൾ ആണ്. ശരി, അത് തന്ത്രി മാത്രമാണോ അതിൽ ആൻസറബിൾ ആകുക എന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിന് ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനും ഉറപ്പായിട്ടുമുണ്ട്. ശ്രീ മധു മണിമല, ഇപ്പോൾ യോഗക്ഷേമ സഭ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി. തന്ത്രിക്ക് അനുകൂലമായി ഒരു വാർത്താ സമ്മേളനം. പാരമ്പര്യ വ്യവസ്ഥകൾ പ്രകാരം വാജി വാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നും ഇത് നൽകിയ ദേവസ്വം ബോർഡ് തന്നെയാണെന്നുമാണ് അവർ പറയുന്നത്. ആചാരപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കാനോ പുതിയ ഉത്തരവുകൾ ഇറക്കാനോ ദേവസ്വം ബോർഡിന് ഭരണഘടനാപരമായ ഒരു അധികാരവുമില്ല. വാജി വാഹനം മോഷണം പോയതാണെന്ന് ദേവസ്വം ബോർഡിന് പരാതിയുമില്ല എന്നുള്ള വാദമൊക്കെയാണ് പറയുന്നത്. ഈ പറയുന്ന യോഗക്ഷേമ സഭയുടെ വാദങ്ങൾ തന്ത്രിയെ രക്ഷിക്കാനുള്ള വാദങ്ങളാണ്. ഇത് എത്രത്തോളം നിലനിൽക്കുന്നതാണ് ശ്രീ മധു മണിമല? ഇന്ന് പത്രസമ്മേളനം നടത്തിയ യോഗക്ഷേമ സഭയല്ല, തന്ത്രി സമാജവും തന്ത്രി മണ്ഡലവും കൂടെ സംയുക്തമായിട്ടാണ് ഇന്നത്തെ പത്രസമ്മേളനം നടത്തിയത്. ശരി. ആ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ വാജി വാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നാണ്. എന്നാൽ നിങ്ങളൊന്ന് കേൾക്കണം. ഈ ഏതൊരു ക്ഷേത്രത്തിലെയും വിഗ്രഹമോ ഇതുപോലെ കൊടിമരത്തിൻ്റെ മുകളിലെ വാഹനമോ അല്ലെങ്കിൽ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും പുനരുപയോഗിക്കാനാവാത്ത വിധം കേടുപാടുകൾ പറ്റി അത് മാറ്റേണ്ടി വന്നാൽ തടിയിൽ നിർമ്മിച്ചതാണെങ്കിൽ അത് വിധിപ്രകാരം ചിത കൂട്ടി ചിതയിൽ സംസ്കരിക്കണമെന്നാണ്. അതേസമയം അത് ശിലയാണെങ്കിൽ സമുദ്രത്തിലോ കായലിലോ നദിയിലോ ഒഴുക്ക് നീറ്റിൽ നിമഞ്ജനം ചെയ്യണമെന്നാണ്. അത് കാരണം തിരിച്ചെടുക്കാനാവാത്ത വിധം അത് നിമഞ്ജനം ചെയ്യണം. എന്നാൽ ലോഹമാണെങ്കിൽ ആ പരിസരത്ത് ആ ക്ഷേത്ര പരിസരത്ത് വെച്ച് ഉരുക്കിയാൽ അപ്പോൾ അത് വേറെ മറ്റൊരു ലോഹം അത് ദേവന് ഉപയുക്തമായ പ്രഭാമണ്ഡലം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പൂജാപാത്രങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ തിടമ്പുണ്ടാക്കാനോ അതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് കൊടുക്കുന്ന ദാനമാണ്. ദേവൻ എന്ന് പറയുന്നത് മൈനറായിട്ടുള്ള ആളാണ്. മൈനറുടെ സ്വത്ത് എങ്ങനെ തന്ത്രിക്ക് അവകാശമാകും? മൈനറുടെ സ്വത്ത് തന്ത്രിക്ക് അവകാശമല്ല. മൈനർ മേജർ ആകുന്നതും വരെ അത് ദേവസ്വത്തിന്റെ സ്വത്താണ്, ദേവന്റെ സ്വത്താണ്. ദേവന്റെ സ്വത്ത് ദേവസ്വമാണ് ഭരിക്കുന്നത്, ദേവസ്വത്തിന്റെ സ്വത്താണ്. ഇത് തന്ത്രിക്ക് ഒരിക്കലും അവകാശപ്പെട്ടല്ല. ഈ പഴയ കൊടിമരം പൊളിക്കുമ്പോഴും അന്ന് ദേവപ്രശ്നം നടക്കുമ്പോഴും എല്ലാ ശബരിമല സന്നിധാനത്തുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഈ ദേവപ്രശ്നം വിധിപ്രകാരം ഈ കൊടിമരം പൊളിച്ചു നീക്കുമ്പോൾ അതുവരെ ഇത് തടിയാണെന്നാണ് വിചാരിച്ചിരുന്നത്. ദേവപ്രശ്നത്തിൽ എങ്ങനെയാണ് സ്മൃതി ഈ കൊടിമരം അത്ര ബലവത്തായിട്ടുള്ളൊരു കോൺക്രീറ്റിലാണ് ഇത് നിർമ്മിച്ചിരുന്നത്. അത് പൊളിക്കാൻ തന്നെ വലിയ പാടുപെട്ടു. ഈ കൊടിമരത്തെ നിന്ന് ആദ്യം വാജ്യവാഹനം ഇന്നലെ ഞാൻ പറഞ്ഞു, വാജ്യവാഹനം അഴിച്ച് താഴത്തെ ഇറക്കിയപ്പോൾ അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞാണ് അദ്ദേഹം വരുന്നത്. അപ്പം പ്രയാർ ഗോപാലകൃഷ്ണന് അറിയത്തില്ല. ASP കുറിപ്പ് പറഞ്ഞു അദ്ദേഹത്തിന് അവകാശപ്പെട്ടാണ്, അദ്ദേഹത്തിന് കൊടുത്തേക്കാൻ പറഞ്ഞു. അതുകൊണ്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ കൊടുത്തു. മെമ്പർ രാഘവനും ഇദ്ദേഹം അടുക്കലുണ്ടായിരുന്നു. ഇവരാരും തടഞ്ഞില്ല. തന്ത്രി അത് കൊണ്ടുപോയി. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ ആ വാജ്യവാഹനത്തെ തൊഴുതുമാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശബരിമല. ശബരിമലത്തെ ഭരണ സംവിധാനം എങ്ങനെയാണ്? ഒരു ദേവസ്വം ബോർഡ് വന്നാൽ പണ്ടൊക്കെ 4 വർഷമായിരുന്നു, ഇപ്പോൾ 2 വർഷത്തേക്കേ ഉള്ളൂ. ആദ്യത്തെ വർഷം ഇവർ ശബരിമലയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ശബരിമല സീസൺ തുടങ്ങുന്നതിന് തൊട്ട് തലേന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ശബരിമലയ്ക്ക് പുറപ്പെടുന്നു. അപ്പോൾ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കൂടെ ഉണ്ടായിരുന്ന യൂണിയൻകാർ പ്രസിഡന്റിനോടൊപ്പം കയറുന്നു. പിന്നെ അവർ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് പ്രസിഡന്റ് ഉത്സവ പറമ്പിൽ ചെന്ന കൊച്ചുകുട്ടിയുടെ അവസ്ഥയിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പറുമായിട്ട് വരുന്ന ആൾക്കാർ. അവർക്കൊന്നും അറിയത്തില്ല. അവർ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് ആ തീർത്ഥാടന കാലം കഴിഞ്ഞിരിക്കും. പിന്നീട് അവർ കാര്യങ്ങൾ വേണ്ടി പഠിച്ചു വരുന്നു. 1 വർഷത്തെ കാലാവധി ഉള്ളൂ, ആ കാലാവധി തീരുന്നു. മേൽശാന്തി ശബരിമല വരുന്നത് 1 വർഷത്തേക്കാണ്, കീഴ്ശാന്തി വരുന്നത് 1 വർഷത്തേക്കാണ്, മാളികപ്പുറം മേൽശാന്തി വരുന്നത് 1 വർഷത്തേക്കാണ്. തന്ത്രി മാത്രം ഒന്നിടവിട്ട വർഷങ്ങളിൽ. ശബരിമല ഏറ്റവും സീനിയറായിട്ടുള്ളയാൾ തന്ത്രിയാണ്. തന്ത്രിയുടെ ഭരണമാണ് ശബരിമല നടക്കുന്നത്. തന്ത്രി പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുക ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ UDF LDF അല്ല ഈ കൊള്ളയ്ക്ക് മുമ്പിൽ. ഈ കൊള്ളയ്ക്ക് ഞാൻ പച്ചയ്ക്ക് പറയുന്നു, തെളിവ് സഹിതം പറയുന്നു. ഇത് തന്ത്രി അറിയാതെ ഒരു മൊട്ടുസൂചി പോലും ശബരിമല സന്നിധാനത്ത് പോകത്തില്ല. തന്ത്രി അറിയാതെ പോകത്തില്ല. പറയട്ടെ സോറി 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല വരുന്നത്. അത് മാധവൻ പോറ്റിയുടെ ഇതായിട്ട് ഇവിടെ രാജു പി നായർ പറഞ്ഞു കീഴ്ശാന്തിയാണെന്ന്. കീഴ്ശാന്തി എന്ന് പറഞ്ഞ ദേവസ്വത്തിന്റെ ജീവനക്കാരനാണ്, ദേവസ്വത്തിന്റെ ശമ്പളക്കാരനാണ്. കീഴ്ശാന്തിയുടെ കീഴിൽ വരുന്ന പരികർമ്മിയാണ്. അയാൾക്ക് യാതൊരു നിയന്ത്രണമില്ല. അയാൾക്ക് നിരുപാധികം സ്ത്രീജോലിക്കാരാണ്. അയാൾ ദേവസ്വത്തിന്റെ ജീവനക്കാരനെ അല്ല.
ഈ ശബരിമല വരുന്ന കാര്യങ്ങൾ പഠിക്കും. എക്സിക്യൂട്ടീവ് ഓഫീസർ 1 വർഷത്തേക്കേ ഉള്ളൂ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 1 വർഷത്തേക്കേ ഉള്ളൂ. ശബരിമലത്തെ കാര്യങ്ങൾ ഇവരെങ്ങനെ പഠിക്കും? അവർക്ക് പഠിക്കാനുള്ള സംവിധാനമില്ല. അതാണ് ഇതിന് ഏറ്റവും പ്രധാനം. അപ്പോൾ തന്ത്രി പറയുന്ന ഇവരെല്ലാം അംഗീകരിക്കും. തന്ത്രി പറയുന്നത് ദേവസ്വം ബോർഡ് ജീവനക്കാർ അംഗീകരിക്കും, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗീകരിക്കും, മെമ്പർ അംഗീകരിക്കും, അവിടെ വരുന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞു, അദ്ദേഹം ശബരിമല ദേവസ്വം വിജിലൻസ് SP ആയിട്ട് ചാർജ് എടുത്ത് അദ്ദേഹം വരുമ്പോൾ ആദ്യം അവിടെ അപ്പം അരവണ നിർമ്മിക്കുന്നിടത്ത് വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട്, അത് പഴയ ഫോട്ടോ നോക്കി അറിയാം. അദ്ദേഹം അവിടെ ചെന്നപ്പോഴത്തേക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലായി ഒറ്റ നടക്കി പോകുന്ന കേസല്ല. അവർ പലരും അവിടെ പറഞ്ഞു. കാരണം അദ്ദേഹം അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ ഒരു പേടിയോടെയാണ് ഇവർ കണ്ടത്. അത് കാരണം അദ്ദേഹത്തിന് പല ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടായി. എനിക്കത് അറിയുകയും ചെയ്യാം. ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുപ്പം ഉണ്ടായിട്ടില്ല. അദ്ദേഹം അങ്ങനെ അധികം ആരോടും അങ്ങനെ ഇടപെടുന്ന സ്വഭാവക്കാരനല്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ അടുപ്പത്തിന് പോയിട്ടില്ല. അന്ന് അദ്ദേഹം ആദ്യം വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൂടെ ഉണ്ട്. അദ്ദേഹം വന്നത് ഭണ്ഡാരത്തിന്റെ കൂടെ താഴോട്ട് ഇറങ്ങി അപ്പം അരവണ നടക്കുന്നത് അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്. ശരി, അപ്പോൾ അതൊക്കെ കണ്ടെത്തിയവർ അവിടെ തുടർന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി ഞാനൊന്ന് അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. ശരി, ശ്രീ മഹേഷ് പണിക്കറിലേക്ക്. മഹേഷ് പണിക്കർ ഇപ്പോൾ UDFO അല്ല, ഇത് തന്ത്രിയിലാണ്. ഇവര് ന്യായീകരിക്കാൻ പറയാം. ശ്രീ മഹേഷ് പണിക്കർ, അദ്ദേഹം കുറച്ച് സമയമുള്ളതുകൊണ്ടാണ് ഞാൻ വരാം. ശ്രീ മഹേഷ് പണിക്കർ, ഇപ്പോൾ ഈ പറയുന്ന തന്ത്രിയാണ് എല്ലാത്തിന്റെയും ആസൂത്രകൻ എന്ന രൂപത്തിൽ അങ്ങ് മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട വിവരം, വാജി വാഹനം കൈമാറിയതുമായി ബന്ധപ്പെട്ട വിവരം, അതൊരു രഹസ്യമായി കൈമാറലായിരുന്നില്ല, പക്ഷേ അതിലൊരു അബദ്ധം പറ്റിയതാണ് ദേവസ്വം ബോർഡിന് എന്നാണോ അങ്ങേക്ക് തോന്നുന്നത്? അതോ ഈ കൈമാറ്റത്തിൽ മറ്റെന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടുണ്ടാകുമോ? നമുക്കൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു നമ്മൾ ഇമേജിൽ കാണുന്ന ഈ ഫോട്ടോയിൽ വെച്ചിട്ട് ഇവർക്ക് തന്ത്രിക്ക് അങ്ങോട്ട് കൊടുക്കുന്ന സംഭവം അത് യഥാർത്ഥത്തിൽ ഇത് വെച്ചിട്ടുള്ള ഒരു കൈമാറലല്ല. യഥാർത്ഥത്തിൽ അതിന്റെ മേളിൽ, പടങ്ങിന്റെ മേളിൽ ആ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന തന്ത്രിയാണ്. അതായത് ഈ വാജിവാഹനം നമ്മൾ കൊടിമരത്തിന്റെ പ്രതിഷ്ഠ സമയത്ത് ഒരു പടങ്ങൊക്കെ ഉണ്ടാക്കി തന്ത്രി മേളിൽ കയറിയിട്ടാണ് അത് പ്രതിഷ്ഠിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇളക്കുന്ന സമയത്തും യഥാർത്ഥത്തിൽ ഈ തന്ത്രി തന്നെ അതിന്റെ മേളിൽ കയറിയാണ് അത് ഇളക്കേണ്ടത്. പക്ഷെ ഇവിടെ അത് ഇളക്കിയിരിക്കുന്ന പണിക്കാരാണ്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം കിടുന്നതിന്റെ അനാവശ്യ ചെലവുകൾക്ക് തന്ത്രി മേളിൽ കയറണമെങ്കിൽ അത്ര സേഫ് ആയിട്ടുള്ള പടങ്ങും ചുറ്റിയുള്ള വേലിയൊക്കെ ഉണ്ടാക്കണം. അപ്പൊ അത് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പണിക്കാർ കുറച്ച് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവർ തട്ടിക്കൂട്ട് പടം ഉണ്ടാക്കിയിട്ട് കാര്യം അവർക്ക് കയറാൻ അത് മതി, പണിക്കാരന് കയറാൻ അത് മതി. പക്ഷെ തന്ത്രി കയറണമെങ്കിൽ അത് വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ടാക്കണം. പ്രതിഷ്ഠ സമയത്ത് നമുക്ക് ഇങ്ങനെയാണ്, തന്ത്രി മേളിൽ കയറിയിട്ടാണ് അദ്ദേഹത്തിന്റെ കൈ കൊണ്ടാണ് ആ വാജിവാഹനം വെക്കുന്നത്. അദ്ദേഹം തന്നെയാണ് അത് ഇളക്കേണ്ടതും. ഇത് അദ്ദേഹം ഇളക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രോക്സിയായ ഒരു പണിക്കാരൻ അവിടെ മേളിൽ ഇളക്കി. അതുകൊണ്ട് അത് നേരെ താഴെ വന്ന് അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് ഏറ്റുവാങ്ങി. ആ ഏറ്റുവാങ്ങി നേരെ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോകല്ല. അത് കഴിഞ്ഞത് ഓഫീസിലൊക്കെ വന്ന് ഈ പറ മൊത്തം ഇളക്കി, ധാരപാലകരൊക്കെ ഇളക്കി. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ കൈമാറ്റം. അല്ലാതെ അവിടെ ഇങ്ങനെ ഒരു വിളിച്ച അനൗൺസ്മെന്റ് കൂടെ അദ്ദേഹം മൗസാർ അവിടെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ എന്നാൽ അവിടെ ഒരു അനൗൺസ്മെന്റ് കൂടി ഇതാ തന്ത്രിയുടെ അവകാശമായ വാജിവാഹനം ഇതാ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു അനൗൺസ്മെന്റോ അല്ലെ കണ്ടു നിൽക്കുന്ന ഒരു മനുഷ്യനോ ഇത് തന്ത്രിയുടെ അവകാശമായിട്ട് കൊണ്ടുപോകുന്നതായിട്ടൊന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതല്ല. അത് ജസ്റ്റ് ഒരു സാങ്കത്യമാണ്. അവിടെ സാക്ഷിയായിരുന്ന മധു മണിമല പറയുന്നത്, ശ്രീ മഹേഷ് പണിക്കർ, തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് വാജിവാഹനം എന്ന് തന്ത്രി തന്നെ പറയുകയാണ്. അപ്പോൾ പ്രയാർ ഒന്ന് അങ്ങോട്ട് നോക്കുന്നു, ഈ പറയുന്ന കുറിപ്പിനെ നോക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കൊടുക്കൂ എന്ന് പറയുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹമാണ് അത് ഇളക്കേണ്ടത്. ആ കൊടിമരത്തിന്റെ മേളിൽ നിന്ന് അത് ടെക്നിക്കലി അത് ഒരു ക്ഷേത്രത്തിന്റെ വിഗ്രഹമാണെങ്കിലും വിഗ്രഹം പ്രതിഷ്ഠ സമയത്ത് അദ്ദേഹമാണ് പ്രതിഷ്ഠിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ കൈ പിടിച്ചാണ് പ്രതിഷ്ഠിക്കേണ്ടത്. അതുപോലെ ആ വിഗ്രഹം ഏത് വിഗ്രഹമാണെങ്കിലും ക്ഷേത്രത്തിന്റെ വിഗ്രഹമാണെങ്കിലും അദ്ദേഹമാണ് കൈ കൊണ്ട് പിടിച്ചത് പൊക്കി ഇളക്കേണ്ടത്. ഇവിടെ ഒരു പണിക്കാരൻ ഇളക്കിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു എന്നുള്ളൊരു സാങ്കത്യം മാത്രമേ ഉള്ളൂ. ഈ മൈനറായ ദേവന്റെ രക്ഷകർത്താവാരാണ്? ദേവന്റെ രക്ഷകർത്താവല്ലോ, പിതൃസ്ഥാനീയനായിട്ട്. അത് ദേവന്റെ പ്രതിഷ്ഠ നടക്കുന്നത് ഈ തന്ത്രിയുടെ കരങ്ങൾ കൊണ്ടാണ്. അതേപോലെ ദേവന്റെ പിതൃസ്ഥാനത്ത് തന്ത്രിയാണ് വരിക. അപ്പോൾ ആ അവകാശമാണ് തന്ത്രി ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല, അത് ഈ അവകാശം എന്ന് പറയുന്ന തന്ത്രസമുച്ചയത്തിലൊക്കെ പറയുന്ന ഈ അവകാശം എന്ന് പറയുന്നത് ഇവര് തന്നെ, അതായത് കാലാകാലങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഇങ്ങനത്തെ റിപ്പോർട്ട് ഇതിനെതിരെ വരാഹൻ ക്ഷേത്രത്തിലൊക്കെ കേസും ഒക്കെ വഴക്കൊക്കെ ആയതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാനും ഇവരുടെ വേതന വ്യവസ്ഥകൾ, തന്ത്രിക്ക് എല്ലാ ദിവസത്തെ ശമ്പളമല്ല, ഈ പറഞ്ഞ അടിയന്തരാദി കർമ്മങ്ങൾക്ക് മാത്രം, അതായത് ഉത്സവാദി പൂജകൾക്ക് മാത്രമുള്ള വേതന വ്യവസ്ഥകൾ പരിഹരിക്കുന്നതിന് വേണ്ടി തന്ത്രസമാജവുമായിട്ട് ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കരാറുണ്ടാക്കുകയും അതിനെക്കുറിച്ച് അന്വേഷിച്ച് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ശിവകുമാർ സാറിന്റെ അനുജനായിട്ടുള്ള ഒരു ഓഫീസറാണ് അതിനെക്കുറിച്ച് അന്വേഷണവും അതിന്റെ ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി രാജഗോപാൽ സാറിന് കൊടുക്കുന്നത്, അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ. ആ അന്വേഷണ റിപ്പോർട്ടിനനുസരിച്ച് ഇവർ പരസ്പരം ഉള്ള ഒരു കരാറാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവർക്ക് ഇന്നൊക്കെയാണ് ശമ്പളം, ഇവർക്ക് ഇന്നൊക്കെയാണ് ഇവരുടെ മുണ്ട് അല്ലെങ്കിൽ വസ്ത്രം, അങ്ങനത്തെ കാര്യങ്ങൾ, ഈ കോടി കൊടുക്കുക എന്ന് പറഞ്ഞ സാധനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞാണ് ഇപ്പം സ്മൃതി മാഡം ഇച്ചിരി മുമ്പ് വായിച്ച വാക്കുകൾ, അതായത് ഇതുപോലത്തെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ പൂജ കഴിഞ്ഞിട്ട് കേടായിട്ട് വരുന്ന സാധനങ്ങൾ, ലോഹമാണ് ഇവർ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. യഥാർത്ഥത്തിൽ തന്ത്രസംശത്തിൽ കൊടിമരത്തിന്റെ കേസ് പറഞ്ഞ പഴയ കാലത്ത് മരത്തിലുള്ള കവുങ്ങിലുള്ള കൊടിമരമാണ് എല്ലാ ക്ഷേത്രങ്ങളും ഉള്ളത്. അതിന്റെ മേളിൽ മരത്തിലുള്ള ഒരു വാജിവാഹനമോ അല്ലെങ്കിൽ എന്താ പറഞ്ഞ
പറഞ്ഞ മറ്റ് നന്ദി വിഗ്രഹമോ അല്ലെങ്കിൽ ഗരുഡ വിഗ്രഹമോ ഒക്കെ വരുന്നത്. അപ്പൊ അത് അന്നത്തെ കാലത്ത് ഇവർ കൊണ്ടുപോയിട്ടുണ്ട്, അതൊരു സത്യം തന്നെയാണ്. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പം സ്വർണ്ണത്തിലുള്ളതും ഇത്രമാത്രം കോടാനുകോടി വിലയുള്ളതുമായിട്ടുള്ള വിഗ്രഹങ്ങൾ അവർക്ക് വേണമെന്ന് പറയുന്ന അവകാശത്തിന് ഒരു സാങ്കത്യം ഉള്ളതല്ല. അത് അന്നത്തെ 14-ാം നൂറ്റാണ്ടിലോ 15-ാം നൂറ്റാണ്ടിലോ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മരക്കൊടിമരവും മരത്തിലുള്ള അത് ഒരു കൊടിയേറ്റ് ഉത്സവം കഴിയുമ്പോൾ ആ കൊടിമരം നശിപ്പിക്കുകയാണ്. ആ കൊടിക്കൂറയും ഒക്കെ ഇവർ വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്. അതൊരു അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ സ്വർണ്ണ കൊടിമരം അല്ലെ ലോഹത്തിലുള്ള കൊടിമരം വന്നേ പിന്നെ ഇങ്ങനൊരു സംഭവം സംഭവിക്കാറേ ഇല്ല. ഇത് വളരെ അപൂർവമായിട്ട് ഇവർ ആവശ്യപ്പെടാറുണ്ട്. ഇവർ ആവശ്യപ്പെടുന്നത് വേണ്ട എന്ന് വ്യക്തമായിട്ട് അവിടെ തന്നെ 2012 ഒരു നിയമം ഉണ്ടാക്കി. അത് ഉറപ്പായിട്ടും തന്ത്രിക്ക് അറിയാമല്ലോ. ഒറ്റ കാര്യം കൂടി മഹേഷ് പണിക്കർ, ഈ പറയുന്ന ഈ കൊടിമരത്തിന് താഴെ ഇത് സിമന്റ് കൊണ്ടുണ്ടാക്കിയതാണല്ലോ, തയ്യാറാക്കിയതാണല്ലോ, ഇതിന് താഴെ കമ്പികളൊക്കെ പൊളിഞ്ഞ് അതിന് സിമന്റ് ഒക്കെ അടർന്ന് കമ്പിയൊക്കെ പുറത്തേക്ക് വന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് അജയ് തറയിൽ ആവർത്തിച്ച് പറയുന്നത്. അങ്ങ് കണ്ടിട്ടുള്ളതല്ലേ? പച്ചക്കള്ളമാണ്. ആ ഫോട്ടോയിൽ തന്നെ എല്ലാവർക്കും കണ്ണുകൊണ്ട് നോക്കാവുന്നേ ഉള്ളൂ. ഒരു തരത്തിലും കാര്യം അത് അറിയാൻ പറ്റില്ല. ഇതൊരു കവറിങ്, അതായത് ചെമ്പുപാളി വെച്ചിട്ട് സ്വർണം പൂശി സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി വെച്ച് കവർ ചെയ്തിരിക്കുന്നതിനകത്ത് എങ്ങനെയാണ് അത് അതിനകത്തുണ്ടെന്ന് അറിയാൻ പറ്റുക, അല്ലെങ്കിൽ കേടായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുക? ഇവർ ഉറുമ്പരിച്ചു എന്നുള്ള ഒരു വെറും ഒരു തരത്തിലും നിലനിൽക്കാൻ പറ്റാത്ത ഒരു ആരോപണമാണ് ആദ്യമേ ഇത് മാറ്റാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ 130 കിലോയ്ക്ക് ആ കൊടിമരം ഉണ്ടാക്കാനായിട്ട് ഒരു എന്താ പറയുക സ്പോൺസർ വരുന്നു. അങ്ങനെ അത്ര വലിയൊരു ഹ്യൂജ് എമൗണ്ട് മൊത്തം സ്വർണ്ണത്തിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ആദ്യകാലത്ത് ഈ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം സ്പോൺസറെ കണ്ടെത്തുന്നു, സ്പോൺസറെ കണ്ടെത്തിയതിനു ശേഷമാണ് കുഴപ്പം കണ്ടെത്തുന്നത് അല്ലെ? അതെ, സ്പോൺസറെ കണ്ടെത്തിയതിന് ശേഷമാണ് ഈ പറഞ്ഞ നമ്മുടെ എന്താ പറഞ്ഞ ഇതിന്റെ മരം കണ്ടെത്തുന്നതും ഇതിന്റെ ബാക്കി കാര്യങ്ങളും എല്ലാവരും ഫിക്സ് ചെയ്യുന്നത്. കാര്യം ഇതൊരു കൊള്ളയ്ക്ക് വേണ്ടി തന്നെയാണ്. അതായത് ഈ വാജിവാഹനവും ഈ അഷ്ടദിക്കും ഈ പഴയ കൊടിമരവും അതിന്റെ ഒരു വാല്യൂ കണ്ടുകൊണ്ട് ഒരു കൊള്ളയ്ക്ക് വേണ്ടി മാത്രമാണ് ഇവർ ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. അത് ഇനി അന്വേഷണത്തിൽ തെളിയും. അത് ബാക്കി അയ്യപ്പൻ ഇത്രയും കൊണ്ടുവരാമെങ്കിൽ ബാക്കിയും കൊണ്ടുവരാൻ അയ്യപ്പൻ അറിയത്തില്ലേ? അപ്പൊ അത് ഉറപ്പായിട്ടും അന്വേഷണത്തിൽ വരും. കാര്യം ഉറപ്പാണത്. കാര്യം അങ്ങനെ അല്ലാതെ ഒരിക്കലും ഇത് സാധിക്കത്തില്ല. കാര്യം ഈ പറഞ്ഞ ഈ എന്താ പറഞ്ഞ ഉറുമ്പരിച്ചു അല്ലെങ്കിൽ ചെതലരിച്ചു എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവർക്ക് അറിയാനും പറ്റില്ല. ഇവരെങ്ങനെ അറിയുന്നത്? ഇളക്കുമ്പോഴല്ലേ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അന്നേരം ഇതിനകത്ത് വേറെ ഈ സ്ഥപതിമാരെയോ അല്ലെ ശില്പിമാരെയോ കൊണ്ടുവന്നിട്ട് ഇതിനകത്തൊക്കെ നമുക്ക് ഇപ്പൊ ലേസർ ടെക്നോളജി ഒക്കെ ഉണ്ട്. ഈ ഇതിനകത്ത് കമ്പി ദ്രവിച്ചിട്ടുണ്ടോ കമ്പി ഇതായിട്ടുണ്ടോ എന്നൊക്കെ ലേസറിലൊക്കെ അറിയാൻ പറ്റും. അങ്ങനത്തെ ടെക്നോളജി ഉള്ള കാലത്ത് അങ്ങനെ ഒരു പരിശോധനയോ അങ്ങനെ ഒരു റിപ്പോർട്ടോ ഇതിനകത്തില്ല. ഇവരങ്ങ് തീരുമാനിക്കുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ദേവപ്രശ്നം ഉണ്ടാക്കുന്നു. അടുത്ത ഉടനെ എക്സിക്യൂഷൻ ആണ്. ഇതിനൊരു കരാറില്ല. ഇത് ജസ്റ്റ് ഏകപക്ഷീയമായിട്ട് ഒരു വ്യക്തിയെ കൊണ്ടങ്ങ് ചെയ്യിപ്പിക്കുകയാണ്. ഇതൊരു ടെൻഡറിൽ പോയതല്ല. എന്നിട്ട് ദേവസ്വം ബോർഡിൽ നിന്നും 700 ഗ്രാം സ്വർണ്ണം എടുത്തിട്ടുണ്ട്. ഈ കൊടിമരം കഴിഞ്ഞപ്പോഴത്തേക്ക് കൊടിമരത്തിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന നമ്മുടെ ആ ബലിക്കൽപുരയുടെ മേലുള്ള താഴെക്കുടത്തിന്റെ കളർ പോരാന്ന് പറഞ്ഞ് ആ താഴെക്കുടം പൂശാനായിട്ട് 700 ഗ്രാം അഡീഷണൽ മേടിക്കുന്നതോട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തു എന്നാണ് അങ്ങ് പറയുന്നത്. ഇപ്പോൾ അത് കൂടാതെ ഈ പറയുന്ന പല പണക്കാരിൽ നിന്നും സിനിമാ താരങ്ങളിൽ നിന്നൊക്കെ പണം പിരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, അത് ഈ വാജിവാഹനവും അഷ്ടദിക്കും വാർക്കുന്നതിന്, ഈ പണിശാലയെ വെച്ച് വാർക്കുന്നതിന് അതിനുവേണ്ടി കിലോ കണക്കിന് 10-25 കിലോ സ്വർണ്ണം ഇവർ പലരും എല്ലാവരും കൊടുത്തിട്ടുണ്ട്. കാര്യം അതൊരു അപൂർവ അവസരമായിട്ട് കണ്ടെത്തി ഒരുപാട് പേര് അത് എല്ലാവരും ഭക്തജനങ്ങൾ അത് അയ്യപ്പനോടുള്ള താല്പര്യം കൊണ്ടാണ്. പക്ഷെ അതിനൊരു എംബുക്കോ അത് എത്ര കളക്ട് ചെയ്തെന്നോ ഒരു കണക്കും ഇല്ല. ഈ പറഞ്ഞ ഹൈക്കോടതി നിരീക്ഷിച്ച ഇദ്ദേഹം ആണെങ്കിലും ഈ വാജിവാഹനം കൊടുക്കുമ്പോൾ അദ്ദേഹം ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കണ്ടേ? അതായത് ഇന്ന പോലത്തെ ഒരു ഇന്ന രീതിയിലുള്ള ഡിസ്പ്യൂട്ട് ഉള്ള ഒരു സാധനം 2012 തീരുമാനപ്രകാരം കൊടുക്കാൻ പാടില്ലാത്ത. പക്ഷെ അങ്ങ് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. പക്ഷേ ശ്രീ മഹേഷ് പണിക്കർ, ഇതിലൊക്കെ തന്നെ ഈ ASP കുറിപ്പ് എന്ന് പറയുന്ന അമിക്കസ് ക്യൂറി കോടതി നിയോഗിച്ച ആളാണല്ലോ. അപ്പോൾ കോടതിയെ അറിയിച്ചതിനു ശേഷമാണ് ഈ കൊടിമരം മാറ്റാനുള്ള തീരുമാനം ഉണ്ടാകുന്നത് എന്നുകൂടിയാണ് ഈ അജയ് തറയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോടതിക്ക് അറിയാം, കോടതിയുടെ ഭാഗമായി വന്നിരിക്കുന്ന കോടതിയുടെ പ്രതിനിധിയും കാണുകയാണ്. തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ വളരെ സ്പഷ്ടമായിട്ട് പറ്റിച്ചിരിക്കുന്നു. ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇവിടെ തെളിവാകുവാണ്. അപ്പം അത് മനസ്സിലാക്കണം. ഈ റിപ്പോർട്ടിനകത്തൊക്കെ പരിശോധിക്കണം. ഈ വാജിവാഹനം ഇത്ര കോടി രൂപ വിലയുണ്ടെന്നൊക്കെ ആരോപിക്കുന്ന ഈ വാജിവാഹനം തന്ത്രിക്ക് കൊടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും കോടതി നിയോഗിച്ച ASP കുറിപ്പ് കോടതിയെ വഞ്ചിച്ചു എന്നാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായിട്ടും കോടതിയെ വഞ്ചിച്ചു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വഞ്ചിച്ചു, ഈ പറഞ്ഞ സകലമാന അയ്യപ്പ ഭക്തരെ വഞ്ചിച്ചു. ഇത് ഈ പറഞ്ഞ ഈ രീതിയിൽ ഒരു സ്പോൺസറെ കൊണ്ടുവന്നിട്ട് ആ സ്പോൺസറിന്റെ കൂടെ അല്ലാണ്ട് ബാക്കി ഇത്രയും പറയുന്ന അവർ കൈപ്പറ്റിയിരിക്കുകയാണ്. ഈ നാട്ടുകാരെ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തിരിക്കുന്നു. എന്നിട്ട് ഈ വാജിവാഹനം തന്ത്രിയുടെ പേരില്ല. യഥാർത്ഥത്തിൽ തന്ത്രിയെ പറ്റിച്ചു എന്നാണ് എന്റെ ഒരു തരത്തിലുള്ള അവകാശം. അതൊക്കെ തന്ത്രിക്ക് കൊടുത്തിട്ടില്ല. ഇത് അപ്പോഴേ ഒരു വിറ്റ് കാശ് മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് തന്ത്രിയുടെ പേരിൽ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ തന്ത്രിക്ക് തിരിച്ചു കൊടുക്കാമല്ലോ. എന്റെ ഉണ്ട്, ഞാൻ തിരിച്ചു തരാന്ന് പറഞ്ഞ് വേറൊന്നും കൊടുത്താൽ മതിയല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് ഇപ്പൊ വന്നിരിക്കുന്നതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഒറിജിനൽ സാധനം അത് കടൽ അന്നേ കടന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റൂമിലുണ്ടെന്ന് പറയുന്ന അഷ്ടദിക്കും അല്ലെങ്കിൽ റൂമിലുണ്ടെന്ന് പറയുന്ന ഈ പറകളും ഉറപ്പായിട്ടും ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അത് ഒറിജിനൽ ആയിരിക്കത്തില്ല. ഈ ഭണ്ഡാരി ഈ പറഞ്ഞ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ടീമൊക്കെ അതെടുത്ത് മാറ്റിയിട്ട് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അവിടെ കയറ്റി വെച്ചിട്ടുണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം. അത് പരിശോധനയിൽ കൂടെ മാത്രമേ അറിയാൻ പറ്റൂ. തീർച്ചയായിട്ടും പറയാനായിട്ട് ഇപ്പൊ ഈ റിപ്പോർട്ട് വന്ന പോലെ 2012 രാജഗോപാൽ സാർ ഉണ്ടാക്കിയ റിപ്പോർട്ട് പുറത്തു വന്നതുപോലെ
അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് സത്യം വെളിവാകും. ഉറപ്പായിട്ടും ഇതൊരു നിരന്തരമായ 2009 പോറ്റി അവിടെ തുടങ്ങി വെച്ച താഴെക്കൂടം, വിജയമല്യ ചെയ്ത താഴെക്കൂടം, നമ്മൾ മാളികപ്പുറത്തിന്റെയും മറ്റേ ഇതിന്റെയും ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സമയത്ത് അവരുടെ പണി തുടങ്ങിയതാണ്. 2019 പാളി മാത്രത്തിലാണ് ഇവർ ഇപ്പോൾ പിടി വീണിരിക്കുന്നത്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ശബരിമലയിൽ നടന്ന ഏറ്റവും ഭീകരമായ കൊള്ള എന്ന് പറയുന്നത് ഈ പറയുന്ന കൊടിമരത്തിന്റെ കൊള്ളയാണ്. അത് ഉറപ്പാണ്. ശരി, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അങ്ങ് ഉന്നയിച്ചത്. ശ്രീ ജയേന്ദ്രനിലേക്ക് പോയിട്ടില്ല, അദ്ദേഹത്തിലേക്ക്. ശ്രീ എം ജയേന്ദ്രൻ, ആരെയാണോ പറ്റിക്കുന്നത്, ആരൊക്കെയാണ് പറ്റിക്കപ്പെട്ടിരിക്കുന്നത്? അങ്ങേക്ക് എന്താണ് ഇപ്പോൾ ഈ മുഴുവൻ കഥകളും കേൾക്കുമ്പോൾ തോന്നുന്നത് ശ്രീ ജയേന്ദ്രൻ? ഇനിയും ഒരുപാട് കഥകളെന്ന് പറയാൻ പറ്റില്ല, സംഭവങ്ങൾ, വസ്തുതകൾ പുറത്തു വരാനുണ്ട് സ്മൃതി. കാര്യം ഈ ദേവപ്രശ്നത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ ദേവപ്രശ്നം എന്ന് പറയുന്നത് ആസൂത്രിതമായൊരു നടപടിയാണെന്ന് സംശയിക്കത്തക്ക നിലയിലുള്ള കാര്യങ്ങൾ ശബരിമലയിൽ കൃത്യമായി ആ ടൈം ബൗണ്ടായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ കൊടിമരത്തിൻ്റെ പ്രശ്നം പറഞ്ഞു, അതൊരു ദേവപ്രശ്നത്തിൻ്റെ മറവിലാണ് നടന്നത്. ഇതിനു മുൻപ് ഇതുവരെ ചർച്ചയിൽ വരാത്തൊരു വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതുവരെയും എവിടെയും ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയം. ഇതിനു മുൻപൊരു ദേവപ്രശ്നം നടന്നു. അത് 2005 നടന്നത്. ഈ 2005 നടന്ന ദേവപ്രശ്നത്തിൽ ഒരു സുപ്രധാന തീരുമാനമുണ്ടായി. ഇപ്പോൾ നമുക്കെല്ലാം അറിയാമല്ലോ, ഈ തിരുവാഭരണം എന്ന് പറയുന്നത് മകരവിളക്ക് ദിവസം ഭഗവാൻ അയ്യപ്പനെ അണിയിക്കുന്നതാണ് തിരുവാഭരണം. അതിനാണല്ലോ തിരുവാഭരണ ഘോഷയാത്ര. അപ്പോൾ ഈ 2005 ദേവപ്രശ്നപ്രകാരം ഒരു തീരുമാനമെടുക്കുന്നു, തിരുവാഭരണങ്ങൾ അഴിച്ചു പണിയണം. ഇതാണ് ദേവപ്രശ്നത്തിൻ്റെ തീരുമാനം. അപ്പം അതിൻ്റെ തുടർച്ചയൊക്കെയാണ് പിന്നീട് 2017 കാര്യത്തിൽ അതിലേക്ക് പിന്നെ വരാം. പക്ഷേ ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം. എന്തൊക്കെയാണ് ഈ തിരുവാഭരണ പെട്ടിയിലുള്ളത്? അത് ഗോപുരാകൃതിയിലുള്ള സംഗതിയാണ് ഈ തിരുവാഭരണ പെട്ടി എന്ന് പറയുന്നത്. വളരെ സവിശേഷമായി പന്തളം കൊട്ടാരം ട്രസ്റ്റിൻ്റെ അധീനതയിൽ സൂക്ഷിക്കുന്നതാണ് തിരുവാഭരണങ്ങൾ. തിരുവാഭരണ ഘോഷയാത്ര തന്നെ പന്തളം കൊട്ടാരത്തിൽ നിന്നാണല്ലോ പുറപ്പെടുന്നത്. അപ്പോൾ അതിലുള്ള സംഗതികൾ എന്ന് പറയുന്നത് തിരുമുഖപ്രഭ, ശരപ്പുളി മാല, എരിക്കിൻ പൂമാല, ഈ നവരത്ന മോതിരം, അരമണി, 2 സ്വർണ്ണ വാള്, 2 സ്വർണ്ണ ആന, 1 സ്വർണ്ണ പുലി, ആനയുടെ നെറ്റിപ്പട്ടം, കളഭാഭിഷേകത്തിനുള്ള 2 സ്വർണ്ണ കുടങ്ങൾ, ഇത്രയും അടങ്ങിയതാണ് ഈ തിരുവാഭരണ പെട്ടി എന്ന് പറയുന്നത്. ഇത് മൊത്തം അഴിച്ചു പണിയണം എന്നാണ് ദേവപ്രശ്നത്തിൽ 2005 തീരുമാനിക്കപ്പെട്ടത്. അന്നത്തെ നയിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജി രാമൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്നത്തെ ഭരണസമിതി. അപ്പോൾ അത് 2005 കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ഇവർ. പക്ഷേ ആദ്യം ഇത് വിശ്വസിപ്പിക്കേണ്ടത്, ബോധ്യപ്പെടുത്തേണ്ടത് പന്തളം കൊട്ടാരം ട്രസ്റ്റിനെയാണല്ലോ. അതിനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വേറൊരു സാധനമുണ്ട്. നിൽക്കുന്ന ഇയാൾ 2007 പോറ്റി അവിടെ വരുന്നതെന്ന് പറയുന്നെങ്കിലും 2004 മുതൽ ഇയാളുടെ സാന്നിധ്യം ശബരിമലയിലുണ്ട്. അത് പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. SITക്ക് അത് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇയാളുടെ വരവിൻ്റെ അടുത്ത വർഷമാണ് ഈ പണി തുടങ്ങുന്നത്. ഈ പറയുന്ന ദേവപ്രശ്നം. പക്ഷേ അതിൻ്റെ ഈ പന്തളം കൊട്ടാരം ട്രസ്റ്റിനെ അത്ര കണ്ടത് ബോധ്യപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് മുമ്പോട്ട് നീങ്ങുന്നു. പക്ഷേ പ്രോഗ്രാം വിടുന്നില്ല. ഇങ്ങനെയുടെ കീഴിൽ കൊടിയ അഴിമതിയാണ് നടക്കുന്നത് അന്നത്തെ ദേവസ്വം പ്രസിഡന്റിന്റെ കീഴിൽ. അത് ഞാൻ തുറന്നു തന്നെ എൻ്റെ പേര് വെച്ച് തന്നെ എഴുതിയിട്ടുള്ളതാണ്. അത് ശ്രീ മധുമണിമലയ്ക്ക് അറിയാൻ കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട്. അത്രയ്ക്ക് അഴിമതിയാണ്. അവസാനം സർക്കാരിന് ദേവസ്വം ബോർഡിനെ നിയമിക്കാനേ കഴിയൂ, പിരിച്ചുവിടാൻ അധികാരമില്ലല്ലോ. അപ്പോഴും ഇല്ല, ഇപ്പോഴും ഇല്ല. പക്ഷെ അന്ന് VS അച്യുതാനന്ദ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു, ഒരു പുതിയ തീരുമാനമെടുക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ കാലാവധി 2 വർഷമാക്കി കുറയ്ക്കുന്നു, 4 വർഷം എന്നുള്ളത്. സ്വാഭാവികമായും രാമൻ നായരുടെ ബോർഡ് താഴെ വീണു. പിന്നെ കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് വരുന്നു. പിന്നെ CK ഗുപ്തൻ പ്രസിഡന്റായിട്ട് വരുന്നു. അദ്ദേഹം 2009 ഒഴിയുന്നു. 2009 ഒഴിയുമ്പോൾ അപ്പോൾ ഈ സാധനം അങ്ങ് പോയി. ഈ തിരുവാഭരണം നന്നാക്കാനുള്ള സ്കീം തന്നെ പോയി. അത് തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ.
പിന്നെ ഗുപ്തൻ വരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോഴത്തെ നമ്മുടെ ബോർഡ് പ്രസിഡന്റ് ശ്രീ കെ ജയകുമാർ അവിടെ സ്പെഷ്യൽ ഓഫീസറായിട്ട് വരുന്നു. അദ്ദേഹം തുടരുന്നു. പിന്നീട് രാജഗോപാൽ വരുന്നു. രാജഗോപാൽ പിന്നെ തുടർന്ന് അദ്ദേഹത്തിൻ്റെയാണ് താങ്കൾ വായിച്ചില്ലേ ഈ ഉത്തരവ് വരുന്നത്. പിന്നെ അവിടുത്തെ മുൻകാലങ്ങളിൽ എന്താണോ പതിവ് രീതികൾ ഉണ്ടായിരുന്നത് അതങ്ങനെയല്ല. ദേവൻ അവകാശപ്പെട്ടതെല്ലാം അവിടെ തിരുവാഭരണ സ്പെഷ്യൽ കമ്മീഷണറുടെ ഉണ്ടായിരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ പിന്നെ ദേവസ്വത്തിന്റെ അധീനത ഉണ്ടായിരിക്കേണ്ടതാണ് ഉത്തരവ് വരെ വരുന്നു. അതും പാലിക്കപ്പെടുന്നില്ല. പിന്നീടാണ് 17ലേക്ക് വരുമ്പോൾ ഈ പുതിയ ദേവപ്രശ്നവും ഒക്കെ വരുന്നത്. ഈ ദേവപ്രശ്നത്തിന്റെ കള്ളത്തരങ്ങൾ മുഴുവൻ ഇപ്പം വെളിവാക്കപ്പെട്ടിട്ടുണ്ടല്ലോ, എന്താണെന്നുള്ളത് വെളിവായിട്ടുമുണ്ടല്ലോ. അപ്പൊ ഇത് ഒരു സീരീസ് ഓഫ് ക്രൈംസ് തന്നെ നടക്കുന്നുണ്ട്. ഇപ്പം ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് ഒക്ടോബർ 10 ഉത്തരവിൽ പറയുന്നുണ്ടല്ലോ, അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല ഉള്ളത്, ക്രിമിനൽ കോൺസ്പിറസി നിങ്ങൾ അന്വേഷിക്കണം, അതുകൊണ്ടാണ് SITയെ നിയമിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ വ്യക്തമായി ബോധ്യപ്പെടുകയും ആ ബോധ്യപ്പെടുന്നത് ഉത്തരവിലൂടെ വെളിവാക്കുകയും ചെയ്തിരിക്കുകയാണ്. അതാണ് അന്വേഷിക്കുന്നത്. അപ്പൊ ഇവിടം കൊണ്ട് മാത്രം തീരില്ല, അത് പുറകോട്ട് പോകണം. പുറകോട്ട് പോകുമ്പോൾ ഞാനീ പറഞ്ഞതുപോലെ 2005 കാലത്ത് ഈ പറയുന്ന എന്തുകൊണ്ടാണ് തിരുവാഭരണം നന്നാക്കാനായിട്ട് പുനർനിർമ്മിക്കാനായിട്ട് അല്ലെങ്കിൽ തന്ത്രിയുടെ തന്ത്രമായി ഇവിടെ ദേവപ്രശ്നം അവിടെ ഉപയോഗിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ദേവപ്രശ്നം വേറെയും ചെയ്യുന്നുണ്ടാകുമല്ലോ, അതുകൂടി ഇപ്പോൾ കുഴപ്പത്തില്ല. അപ്പൊ ദേവപ്രശ്നം എന്ന് വെച്ചാൽ ഒരു കുതന്ത്രമാണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമോ എന്ന സംശയം കൂടിയുണ്ട്. ശ്രീ വി ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട് കൊടിമരം ചിതലരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൊടിമരം മാറ്റുന്നു. പക്ഷേ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട് 64 വർഷം പ്രായമുള്ള തേക്കുമരം ഉപയോഗിച്ചുള്ള കൊടിമരമെന്നും അതിൽ 9.161 കിലോഗ്രാം തങ്കം പൂശിയിരിക്കുന്നെന്നും 500 വർഷം വരെ കോട്ടമില്ലാതെ നിലനിൽക്കുമെന്നൊക്കെയാണ് അതിൻ്റെ ശില്പികൾ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഈ കൊടിമരം ക്ഷയിച്ച് അതിന് താഴെ സിമെൻ്റൊക്കെ ഇളകി കമ്പികളൊക്കെ പുറത്തു വന്ന രൂപത്തിൽ എന്ന് തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പറയുമ്പോൾ അങ്ങയുടെ ഒരു കാഴ്ച എന്തായിരുന്നു ശ്രീ ഗോപാലകൃഷ്ണൻ? സ്മൃതി, ഞാൻ കുറേ കാര്യങ്ങൾ പറയാനാണ് വന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും സംസാരിക്കാനൊരു അവസരമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തിയത്. ഒരുപാട് അഴിമതി കഥകൾ എനിക്കറിയാം. ഇന്നും എനിക്ക് കുറച്ചേ പറയാൻ പറ്റുള്ളൂ എൻ്റെ പീരീഡിൽ. ഈ കൊടിമരത്തിൻ്റെ വിഷയമൊക്കെ വന്നത് പിന്നെ ഞാൻ പോയ ശേഷമാണ്, ഇമ്മീഡിയറ്റ് പോയ ശേഷം. ഇത് 17 മറ്റോ ആണ്, ആലോചന 16 മറ്റോ തുടങ്ങിയെന്ന് തോന്നുന്നു. ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ രാജു പി നായരും നമ്മുടെ മണിമലയും പറഞ്ഞതിനോടും പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് എതിർപ്പുണ്ട്. അതായത് ആരാണ് പറഞ്ഞതെന്ന് അറിഞ്ഞൂടാ, രാജു ആണോ മധുമണിമലയാണോന്ന് അറിഞ്ഞൂടാ, ആരോ ഒരാൾ പറഞ്ഞു ഈ ഇവർ വന്നു തന്ത്രി പറ്റിച്ചു, ദേവസ്വം ബോർഡ് ജീവനക്കാർ പറ്റിച്ചു. നോ, ഒരിക്കലുമല്ല. ഞങ്ങൾ പോലീസുകാരാണ്, ഞങ്ങളുടെ ഒരു നോട്ടം വിജിലൻസുകാർ അത് വേറൊരു രീതിയിലാണ്. ഈ വരുന്ന ദേവസ്വം ബോർഡിലെ പ്രസിഡൻറ്റും മെമ്പർമാരും എല്ലാം, എല്ലാവരും ഒന്നും ഞാൻ പറയില്ല, ഗോവിന്ദൻ നായർ സാറും ഉണ്ടായിരുന്നു എൻ്റെ ഒരു പീരീഡിൽ, വന്ധ്യം അയോധ്യൻ വളരെ സത്യസന്ധൻ അതുപോലുള്ള ആളുകളോടെ വന്നിട്ടുണ്ട്. പക്ഷെ വരുന്ന ഭൂരിപക്ഷം കള്ളന്മാരാണ്. ഈ ശബരിമലയിൽ നിന്ന് കൊള്ളയടിക്കാനുള്ള പ്ലാനിലാണ് അവരവിടെ വരുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ അവർ പാവങ്ങൾ പ്രയാറിനെ പറ്റിച്ചിട്ട് പോയി ഒരിക്കലും ഞാൻ അത് വിശ്വസിക്കില്ല. ഞാൻ നേരിട്ട് ഐ നോ ഹിം, ഞാനിരിക്കുന്ന സമയത്തുള്ള പ്രസിഡന്റിനെ മെമ്പറിനെ ഐ നോ ദം ജസ്റ്റ് ലൈക്ക് ദ ബാക്ക് ഓഫ് മൈ പാം. പിന്നെ ഈ ചുമ്മാ ഇരുന്ന പൈസ കിട്ടും. അപ്പോൾ ഇവരിരുന്ന് ഇങ്ങനെ ആലോചിക്കും എന്താ ചെയ്യണമെന്ന്. കൊടിമരം മാറ്റണം, മറ്റേത് ചെയ്യണം, മറിച്ച് ചെയ്യണം. അങ്ങനെ ഈ ചുമ്മാ ഇരുന്നാൽ പറ്റില്ലല്ലോ, അതിന് ആദ്യം തന്ത്രിയെ പിടിക്കും. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഞാൻ പോലീസുകാരനാണെങ്കിലും ഞാനൊരു ക്ഷേത്രത്തിൻ്റെ 200 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു ഫ്രോഡ് തന്ത്രി, ഞാൻ പേരൊന്നും പറയുന്നില്ല, അയാൾ പറഞ്ഞ് പേടിപ്പിക്കും എല്ലാവരെയും. അപ്പം ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ തന്ത്രിയെ മാറ്റാനായിട്ട് ഞാൻ പലരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ആ തന്ത്രിയെ എടുത്ത് ഞാൻ ദൂരെ കളഞ്ഞു. അങ്ങനെ ഒരുപാട് പെറ്റീഷനായിട്ടൊക്കെ നടന്നു. എന്നിട്ട് നല്ലൊരു മനുഷ്യനെ, നല്ലൊരു തന്ത്രിയെ കൊണ്ടുവന്ന് ആ ക്ഷേത്രത്തിൽ ഇപ്പോഴും ആ തന്ത്രിയാണ്, ഞാൻ കൊണ്ടുവന്ന തന്ത്രിയാണ് നടക്കുന്നത്. ഇവർ ഈ നമ്മുടെ എന്താ പ്രശ്നം, ഈ ദേവപ്രശ്നം നല്ല രീതിയിൽ ചെയ്യുന്ന തന്ത്രിമാരുണ്ട്. പക്ഷെ ശബരിമലയിൽ ശുദ്ധ ഉടായ്പാണ്, തട്ടിപ്പാണ്. ഞാൻ ആ മഹേഷ് പണിക്കരെ പറഞ്ഞതിനോട് എനിക്ക് 100% യോജിപ്പാണ്. ശുദ്ധ തട്ടിപ്പാണ്. എലി കയറുന്നു, അവിടെ ഒരു പന്നി വന്ന് നിൽക്കുന്നു, ആ പന്നിയെ സാറ്റിസ്ഫൈ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചുമ്മാ വിളിച്ച് പറയാന്ന് പറഞ്ഞാൽ. അപ്പം ഈ തന്ത്രി
ഈ പിന്നെ നമ്മുടെ പ്രസിഡന്റ്, മെമ്പർ, ദേവസ്വം ബോർഡ് ജീവനക്കാർ, പിന്നെ പ്രശ്നം വെക്കുന്നവർ, ഇവരെല്ലാം ഒരു ഗ്യാങ്ങാണ്, ക്രിമിനൽ എൻ്റർപ്രൈസിംഗ് ആണ്. എന്നിട്ടാണ് ഇത് ചെയ്യുന്നത്, ഇതുപോലുള്ള തട്ടിപ്പ് വെട്ടിപ്പ് നടത്തുന്നത്. ഈ പ്രസിഡൻറ്റിൻ്റെ, നമ്മളിപ്പോൾ സംസാരിക്കുന്ന എൻ്റെ പീരീഡിലുള്ള പ്രസിഡൻറ്റിൻ്റെ ഭരണകാലത്ത് എന്തെല്ലാം പരിപാടികളാണ് അവർ ചെയ്തിട്ടുള്ളതെന്ന്. ഒരു ഉദാഹരണം പറയാം. അദ്ദേഹത്തിൻ്റെ മകന് എവിടെ MD പഠിച്ചത് അല്ലെങ്കിൽ MS പഠിച്ചത്? ആരാ അതിൻ്റെ ക്യാപിറ്റേഷൻ ഫീ കൊടുത്തത്? ശബരിമലയിലെ കോൺട്രാക്ടർ. ഇങ്ങനെ ഞാൻ എന്തെല്ലാം എഴുതി കൊടുത്തു, ഒരു നടപടി ഉണ്ടായില്ല. അപ്പോൾ ഇടതുപക്ഷമാണ് വന്ന് കയറിയത്. അപ്പോൾ എനിക്ക് മിനിസ്റ്ററെ അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ പോവുകയാണ്, ഞാൻ ഇനി ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചു ഇടതുപക്ഷം വരുമ്പോഴും എന്തെങ്കിലും നടക്കുന്നു. ഒന്നുമേ നടന്നില്ല. ഇപ്പം എല്ലാവരും വാസു, ഞാൻ രാഷ്ട്രീയമായിട്ട് പറയണതല്ല, വാസു, മറ്റേ പത്മകുമാർ എന്ന ഇവരുടെയൊക്കെ അപ്പനായിരുന്നു, വല്യച്ഛന്മാരായിരുന്നു നേരത്തെ ഇരുന്നത്. ഈ പ്രസിഡന്റ്, എൻ്റെ സമയത്ത് പ്രസിഡന്റിൻ്റെ മുറിയിൽ ആളില്ല, അവിടെ ഒരു മെമ്പറുടെ മുറിയിലാണ് ഇടിയും തള്ളും എന്ന് പറഞ്ഞാൽ ഇവർ ടീമാണ്. ഈ യോജിച്ചാണ് ഇവർ ഈ ചെയ്യുന്നത്. ശർക്കര പർച്ചേസ്, മറ്റേ നെയ്യ് പർച്ചേസ്, എവറിത്തിങ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് നിർത്തിക്കോട്ടെ. ഇപ്പം നമ്മുടെ ഈ കോപ്പാനലിസ്റ്റ് എല്ലാവരും, മാത്രമല്ല എല്ലാ മീഡിയയിലും എടുത്തു പറയുന്നുണ്ട്, ഹൈക്കോടതി ഓംബുഡ്സ്മാൻ പോസ്റ്റ് ചെയ്തു, ബഹുമാനപ്പെട്ട ഹൈക്കോടതി മറ്റേ കുറുപ്പിനെ പോസ്റ്റ് ചെയ്തു. എന്ത് കുറുപ്പ്, എന്ത് ഓംബുഡ്സ്മാൻ? എത്രയോ വർഷങ്ങളായി, ഞാൻ 2016 തൊട്ട് കാണുകയാണ്, 2026 10 വർഷമായി. എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത്? ഓംബുഡ്സ്മാൻ എന്തെങ്കിലും ഒരു നടപടി? ഇപ്പം ഈ വെളി വന്ന സംഗതികൾ ഇവരാരും അറിഞ്ഞില്ലേ? ഈ കുറിപ്പെന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് കൊടുത്തയക്കാനെന്ന്, അതെങ്ങനെ കൊടുക്കും? പിന്നെ വാജീവാഹനം ഈ പോലീസുകാർക്ക് അത് മനസ്സിലാവുള്ളൂ. ഞങ്ങൾക്ക് എവിഡൻസ് വേണ്ട, ഞങ്ങൾക്ക് എവിഡൻസ് കോടതിയെ പ്രൊഡ്യൂസ് ചെയ്യാനാണ്. പക്ഷെ ഒരുത്തൻ കള്ളത്തരം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കുറേ എക്സ്പീരിയൻസ് ഉള്ള ഒരു പോലീസ് ഓഫീസറിന് അറിയാൻ പറ്റും. അത് എങ്ങനെ നിങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ വാജീവാഹനം ഡെഫിനറ്റായിട്ടും അത് വിറ്റ് കാശാക്കി, എന്നിട്ട് വേറെ ഒരെണ്ണം നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഈ മഹേഷ് പണിക്കർ പറഞ്ഞത് കറക്റ്റാണ്, വേറെ ഒരു സാമാനം, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കൈവച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ നമ്മൾ ടെസ്റ്റിന് കൊടുത്താൽ, ദയവേത് SIT വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, ഇവിടെ എങ്ങും കൊടുത്തു കളയരുതേ, നിങ്ങൾ സെൻട്രൽ ഫോറൻസിക് ലാബറട്ടറിയിൽ അയക്കൂ. പിന്നെ അതിനകത്തുള്ളൊരു പ്രശ്നം, ഇത് ഒറിജിനൽ വാജീവാഹനം എത്ര വർഷം പഴക്കമുള്ള ആ വാജീവാഹനമാണോ ഈ വാജീവാഹനം, ഇത് എങ്ങനെ അവർ കണ്ടുപിടിക്കും, ഇതിന്റെ പഴക്കം എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് എനിക്ക് അത്ര ആലോചിച്ചിട്ടും കൊള്ളയാണ്. ഇപ്പോൾ ഈ ദ്വാരപാലക ശില്പത്തിന്റെയും കട്ടിളപ്പാളിയുടെയും ഒക്കെ സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഇപ്പോൾ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. അത് VSSCയിൽ നടത്തിയ പരിശോധനയാണ്. അതിന്റെ വിവരം എന്താണെന്ന് അറിയില്ല, ഏതെല്ലാം റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനകത്ത് എനിക്ക് ഭയങ്കരമായ സംശയമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഏത് സ്വർണ്ണമാണ് ഇളക്കി കൊടുത്തത്? എനിക്കതാണ് മനസ്സിലാവാത്തത്. ഒരു സാമ്പിള് ഇളക്കണമെങ്കിൽ നേരത്തെ ഇരുന്ന പഴയ ആ സ്വർണ്ണപ്പാളി അതിൽ നിന്ന് ഇളക്കി എടുക്കണ്ടേ, അതിന്റെ ചുരണ്ടി എടുക്കണ്ടേ? ഇവർ ഏതാണ് ഇളക്കിയെടുത്തത്? ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കളിപ്പിക്കുകയാണ്. പഴയ ചെമ്പ് പഴയ ചെമ്പ് പാളിയാണോ എന്നുള്ളത് അത് ചുരണ്ടി, അതിന്റെ സാമ്പിൾ ചുരണ്ടി കൊടുത്താലല്ലേ അറിയാൻ പറ്റൂ. ഇപ്പം കൊണ്ട് നമ്മൾ ഈ ഹൈക്കോടതിയിൽ അന്വേഷണമൊക്കെ തുടങ്ങിയപ്പോൾ കൊണ്ട് സ്പീഡിൽ കൊണ്ട് ഫിറ്റ് ചെയ്തല്ലോ എന്തൊക്കെ, അത് തന്നെയാണ് രണ്ടും ചുരണ്ടി. എങ്ങനെ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അതല്ല, ഇവര് ഭയങ്കരമായിട്ട് കളിപ്പിക്കുക, ഹൈക്കോടതിയെ കളിപ്പിക്കുകയാണ്. അതെപ്പോഴും എന്നും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവിടെ 1-2 അനിൽ നരേന്ദ്രൻ, പിന്നെ ഒരു രാമചന്ദ്ര മേനോൻ, ഇങ്ങനെയുള്ള 2-3 ജഡ്ജിമാർ അവിടെ വന്നിരുന്നു. അവർ സ്തുത്യർഹമായ നിലയിൽ അവർ സിദ്ധന്മാരായിരുന്നു. അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ സംഗതികളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് അറിഞ്ഞൂടാ എന്താണ്, ഹൈക്കോടതിയെ കളിപ്പിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൊണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഓംബുഡ്സ്മാൻ എന്നും മറ്റേ കുറിപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വെറുതെ പുകമറയാണ്. അവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും വർഷം ഈ ഹൈക്കോടതിയിൽ റിട്ടയർ ചെയ്ത ഈ വടിയിടിച്ച് നടക്കുന്ന ജഡ്ജിമാർ വന്നിട്ട് എന്തോ ചെയ്തു? നമ്മൾ ഒരു അഴിമതി കണ്ടുപിടിച്ചോ? ശരി, ശ്രീ രാജു പി നായർ, ഇപ്പോൾ ശ്രീ ഗോപാൽ പറഞ്ഞ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ പ്രയാറുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല എങ്കിലും പ്രയാറുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളടക്കം അത് കൊടിയ അഴിമതിയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പോലീസ് കണ്ണിലൂടെ കണ്ട കാര്യങ്ങൾ കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശ്രീ രാജു പി നായർ.
അല്ല, ആരുടെയെങ്കിലും കണ്ണിലൂടെ കാണുന്ന കാര്യങ്ങളല്ല. നമ്മളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളുടെ അനന്തര നടപടികളും അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉൾപ്പെടെ മുന്നിൽ വന്നിരിക്കുന്നതിൽ എന്ത് നടപടിയെടുത്തു എന്ന അടിസ്ഥാനത്തിൽ മാത്രമേ പറ്റുള്ളൂ. അതല്ലാതെ എല്ലാത്തിനോടും അവിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടൊരു ഹാലൂസിനേഷൻ പോലൊരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന് കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കോടതിയിൽ കൊടുത്തിട്ടുണ്ടാവാം, സർക്കാരുകളിൽ കൊടുത്തിട്ടുണ്ടാവാം, ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുണ്ടാവാം. അതിലെന്ത് നടപടിയെടുത്തു, അതിലെന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടോ, അതൊക്കെയല്ലേ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ എവിടെയോ ഞാൻ എന്തോ കണ്ടു, അതുകൊണ്ട് അതൊക്കെ കള്ളത്തരമാണ്, തന്ത്രി കള്ളനാണ്, അല്ലെങ്കിൽ അവർ കള്ളനാണ്, ഈ എന്താ പറയുക ദേവപ്രശ്നം കള്ളത്തരമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതിനെ നമുക്ക് അങ്ങനെ ചർച്ച ചെയ്യുന്നത് ഒരുതരം നമ്മൾ ചർച്ചയുടെ ഒരു നിലവാരം തന്നെ കളയുന്നതിന് തുല്യമായിരിക്കും. ഏതെങ്കിലും റിപ്പോർട്ടുകൾ അത്തരത്തിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു റിപ്പോർട്ടും അന്വേഷിക്കപ്പെടാതിരിക്കരുത്, ഒരു റിപ്പോർട്ടിന്റെ പുറകിലുള്ളതും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെടാതിരിക്കരുത്. ഈ ദേവപ്രശ്നത്തിൻ്റെയൊക്കെ ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ പലപ്പോഴും ലോജിക്കലല്ല. വിശ്വാസം ഒരിക്കലും ലോജിക്കലല്ലോ, പലപ്പോഴും നല്ല ഒരിക്കലും ലോജിക്കലല്ലാത്തൊരു സംഭവമാണ് വിശ്വാസം. അപ്പോൾ ആ സമയത്ത് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എങ്ങനെയാണ് അത് ദേവപ്രശ്നം പറയുമ്പോൾ അത് തെറ്റാണെന്ന് പറയും. പല ആൾക്കാരും ആ ദേവപ്രശ്നത്തോടൊക്കെ കലഹിച്ചിട്ടൊക്കെ ഉണ്ട്, ഇല്ലതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആത്യന്തികമായി അവിടെ നമ്മുടെ എന്താ പറയുക തന്ത്രി ഉള്ളപ്പോൾ ആ തന്ത്രിയുടേതാണ് ആചാരങ്ങളിൽ അവസാനത്തെ വാക്ക്. പിന്നെ ഈ പറയുന്നതെല്ലാം ഹൈക്കോടതിയുടെ മുന്നിൽ ചെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്നിട്ട് ശ്രീ കുറുപ്പ് ഉൾപ്പെടെ അമിക്കസ് ക്യൂറി ഉൾപ്പെടെ ഉണ്ടായിരുന്നപ്പോൾ ഇതൊക്കെ ഹൈക്കോടതിയെ കളിപ്പിച്ചതാണ് എന്നുള്ള നിലപാടെടുത്താൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചോളം ചിലപ്പോൾ ഇനി അതിന് സത്യമുണ്ടെങ്കിൽ പോലും അന്വേഷിച്ച് പുറത്തു വരണ്ടേ. അതല്ല നമുക്കിങ്ങനെ ഹാലൂസിനേഷനിൽ നിന്നുകൊണ്ട് നമുക്കത് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ഈ വിഷയങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വാജിവാഹനത്തെ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ് നടന്നിരിക്കുന്നത്. ഹൈക്കോടതി നിയോഗിച്ച ഒരാൾ അമിക്കസ് ക്യൂറി എന്ന് പറഞ്ഞാൽ കോടതിയുടെ സുഹൃത്താണല്ലോ. കോടതിക്ക് ഏറ്റവും വിശ്വാസമുള്ള അല്ലെങ്കിൽ കോടതിയോട് സത്യം പറയുമെന്ന് വിശ്വാസമുള്ള ഒരാളെ അവിടെ അമിക്കസ് ക്യൂറിയായിട്ട് നിയമിച്ചു. അതിന് അപവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അത്തരത്തിൽ കോടതി ആഴ്ചയിൽ ഒരു റിപ്പോർട്ട് മേടിച്ചാൽ ഇതിന്റെ പണി നടന്ന് തീരുന്നിടത്തോളം അതിനകത്തുള്ള വൈരുദ്ധ്യങ്ങളെങ്കിലും കോടതിക്ക് കാണാൻ സാധിക്കുമല്ലോ, അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതൊക്കെ വെറുതെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ക്ഷേത്രക്കൊള്ളയിൽ പ്രതിരോധത്തിലായിട്ടുള്ള സർക്കാരും CPM-ഉം അതിന് ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് വല്ലാതെ അവരെ ബാധിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാണിക്കുന്ന കുറെ അധികം കുതന്ത്രങ്ങൾ ഇതിനകത്തുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കഥകൾ മെനയുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള കഥകൾ മെനഞ്ഞു. ഒരു മാസത്തിനടുത്തായിട്ടും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള കഥകൾ മെനഞ്ഞുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം CPM ഒളിച്ചു പോകാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. മുഴുവൻ ഇന്ന് ഈ കേസ് ഹൈക്കോടതിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ രേഖകൾ പരിശോധിച്ച് കഴിയുമ്പോൾ ജയിലിൽ കിടക്കുന്നവർ ഒന്നൊഴിയാതെ എല്ലാം CPM-കാരാണ്, എല്ലാം CPM-കാരാണ്. അവിടെ എന്താ പറയാ സ്വർണ്ണ കച്ചവടക്കാരനും മറ്റൊരാളും മാത്രമേ അതിനകത്ത് CPM അല്ലാതെയുള്ളൂ. മറ്റുള്ളവര് പാർട്ടി പ്രവർത്തകരാണ്. ഞാൻ പറഞ്ഞല്ലോ, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വാസുവിന്റെ PA ആയിരുന്ന സുധീഷ് കുമാർ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ അത് ഒരു കാരണവശാലും ചർച്ചകൾ വഴിമാറ്റാൻ വേണ്ടി നടത്തുന്ന ഈ വിപുല ശ്രമം ജനങ്ങളിലേക്ക് എത്തില്ല. പകരം ആസൂത്രിതമായ കൊള്ള, ക്ഷേത്രക്കൊള്ള നടത്തിയത്, സ്വർണ്ണക്കൊള്ള എന്നല്ല, ക്ഷേത്രക്കൊള്ളയാണ്. ആ ക്ഷേത്രക്കൊള്ള നടത്തിയത് CPM-ന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. അതിന് നിരവധിയായിട്ടുള്ള ഹൈക്കോടതിയുടെ വിധികൾ നമ്മുടെ മുന്നിൽ നിൽക്കുക. ശരി, ശ്രീ മധു മണിമല, ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനോട് എത്രത്തോളം അങ്ങ് യോജിക്കുന്നുണ്ട്? ഈ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞതിനകത്ത് ഏതാണ്ട് പൂർണ്ണമായിട്ട് ശരിയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞു വന്നത് പൂർത്തിയാക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല. ഇന്ന് എറണാകുളത്ത് നടത്തിയ പത്രസമ്മേളനം, യോഗക്ഷേമ സഭയുടെ സമ്മേളനത്തെക്കുറിച്ചാണ് സ്മൃതി ചോദിച്ചത്. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ജഡം എന്നാണ് പറയുന്നത്. ഒരു വിഗ്രഹത്തിലെ ശക്തി ആവാഹിച്ച് മാറ്റിക്കഴിഞ്ഞതിന് ശേഷമാണ് അത് ജഡമാകുന്നത്. അങ്ങനെ ജഡമായ വസ്തുവാണ് ദഹിപ്പിക്കുന്നതും ജലാശയത്തിൽ നിമജ്ജനം ചെയ്യുന്നുമല്ല. എന്നാൽ ലോഹം അവിടെ നിന്ന് ഉരുക്കി അതിൻ്റെ ചൈതന്യം മാറ്റുകയാണ്. അപ്പോഴത് ജഡമാണ്. ജഡാവസ്ഥയിലായ ഒരു വിഗ്രഹത്തെ എങ്ങനെയാണ് തന്ത്രി അവകാശമാണെന്ന് പറഞ്ഞ് ഏറ്റുവാങ്ങിക്കൊണ്ട് പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. തന്ത്രി മണ്ഡലം, തന്ത്രി സമാജം അവരൊക്കെ പറയുന്നത് അത് തന്ത്രിക്ക് അവകാശപ്പെടണം. എവിടെയാണ് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തതിൽ രാധാകൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അഖില കേരള തന്ത്രി മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, യോഗക്ഷേമ സഭയുടെ മുൻ ജനറൽ സെക്രട്ടറിയാണ്. എനിക്ക് ശബരിമല വോയിസ് എന്നൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ 1024 പേരുണ്ട്. ശബരിമലയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ ആ ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ട്. ഏതാണ്ട് 17 തന്ത്രിമാർ ആ ഗ്രൂപ്പിലുണ്ട്.
ഈ 10ഓളം തന്ത്രിമാർ, കേരളത്തിലെ അതിപ്രശസ്തരായ 10ഓളം തന്ത്രിമാരോട് ഇതേക്കുറിച്ച് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഈ വാദ്യവാഹനത്തെ സംബന്ധിച്ച വിവരം ഞാൻ പുറത്തുവിടുന്നത്. അതിൻ്റെ അകത്ത് എനിക്ക് തന്ത്രസമുച്ചയത്തിൻ്റെയും പിന്നെ മാധവജി എഴുതിയ ഒരു ബുക്ക്, ആ ഈ 2 ബുക്കിനെ പേജുകൾ സഹിതം രാധാകൃഷ്ണൻ പോറ്റി എനിക്ക് അയച്ചു തന്നിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരിക്കലും ജഡാവസ്ഥയിലായ ഒരു കാര്യം ഒരാളും വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കത്തില്ല. നമ്മുടെ അച്ഛനോ അമ്മയോ പ്രിയപ്പെട്ടവരോ ആര് മരിച്ചു പോയാലും നമ്മുടെ അവരുടെ ശരീരം വീട്ടിൽ സൂക്ഷിക്കത്തില്ല. അത് വിധിപ്രകാരം നമ്മൾ സംസ്കരിക്കും. അതുകൊണ്ടാണ് ഈ അർഹതപ്പെട്ട സാധനം ഏറ്റുവാങ്ങിയതിന് ശേഷം ഈ പറയുന്ന ഈ കൊടിമരം മാറ്റുമ്പോൾ എനിക്ക് കിട്ടിയൊരു വിവരമാണ്. കൊടിമരം മാറ്റുമ്പോൾ ധ്വജാഗ്രം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന ഉത്തരവ് കൃത്യമായി ഉണ്ടത്രേ. 2012-ലും 2016-ലും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പല ക്ഷേത്രങ്ങളും കൊടിമരമാറ്റത്തിൽ ഇത് കൊടുത്തിട്ടുമുണ്ട്. ദേവസ്വത്തിന് എല്ലാ ക്ഷേത്രങ്ങളും ഒരുപോലെയല്ല, വാഹനം തന്ത്രിക്ക് തന്നെ എന്നാണ് എല്ലാ ദേവസ്വം ഉത്തരവിലും പറയുന്നത് എന്നാണ്. അത് എങ്ങനെയാണ് അങ്ങ് വിശദീകരിക്കുന്നത്? സ്മൃതി, ഇത് തന്ത്രിമാരുടെ അവകാശവാദമാണ് ഇപ്പം പറഞ്ഞത്. കാരണം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ ആ വസ്തു എന്തിന് തന്ത്രി തിരിച്ചു കൊടുക്കണം? സ്മൃതിക്ക് അവകാശപ്പെട്ട ഒരു സാധനം സ്മൃതി ആര് ചോദിച്ചാലും സ്മൃതി തിരിച്ചു കൊടുക്കാൻ തയ്യാറാവുമോ? ഇത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് തന്ത്രി കൊണ്ടുപോകുന്നു. പിന്നീട് ഇതിനെക്കുറിച്ച് വിവരം കിട്ടുന്നു. ഒരു നാമജപ ഘോഷയാത്ര, അഖില ഭാരതീയ അയ്യപ്പധർമ്മ പ്രചാര സഭയുടെ പേരിൽ ഒരു നാമജപ ഘോഷയാത്ര തന്ത്രിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അത് അനൗൺസ് ചെയ്തതിന് ശേഷം ആദ്യം വിജി തമ്പിയെക്കുറിച്ച് കൊണ്ട് എന്നോട് സംസാരിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് സ്പെഷ്യൽ കമ്മീഷനെ വിളിച്ച് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് തന്ത്രിയുടെ പ്രതിനിധിയായിട്ട് മുൻ ശബരിമല മേൽശാന്തി, അതായത് ധനഞ്ജയൻ നമ്പൂതിരി, അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എന്നെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നു. ഈ തന്ത്രിക്ക് അവകാശപ്പെട്ട ഒരു സാധനം കൊണ്ടുപോയി അത് വാർത്തയാകുമ്പോൾ തന്ത്രി എന്തിനു തിരിച്ചു കൊടുക്കണം? അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇതൊരിക്കലും അത് ഒറിജിനൽ വാദ്യവാഹനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് വെള്ളിയിൽ നിർമ്മിച്ച് സ്വർണം പൊതിഞ്ഞതാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും വില പിടിച്ച വസ്തു അദ്ദേഹം കൊണ്ടുപോയത് അദ്ദേഹം വെറുതെ കൊണ്ടുപോയില്ല. ശിലയാണെങ്കിൽ അദ്ദേഹം കൊണ്ടുപോകത്തില്ല, തടിയാണെങ്കിലും അദ്ദേഹം കൊണ്ടുപോകത്തില്ല. അദ്ദേഹം കൊണ്ടുപോയത് ഇത് ലോകത്തിൻ്റെ മൂല്യം വന്നിട്ടാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഗൗരവത്തിലെടുത്ത് ശ്രീ മഹേഷ് പണിക്കർ, നമ്മുടെ ചർച്ചയിൽ ചാനലിൽ പങ്കെടുത്ത മഹേഷ് പണിക്കരാണ് 500 കോടിയും 1000 കോടിക്കും മേളിൽ ഇതിന് വില വരുമെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വിലയുള്ള ഒരു സാധനം ദേവസ്വം ബോർഡിൽ നിന്നും തന്ത്രിക്ക് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞ് തന്ത്രി കൊണ്ടുപോകും. ഇനി അടുത്ത വർഷം, ഈ വർഷത്തെ തന്ത്രി മഹേഷാണ്. ശബരിമലത്തെ തന്ത്രസ്ഥാനം ആർക്കാ? രാജീവ് തന്ത്രി ഒരു ആൾപേര് തന്ത്രി മാത്രമാണ്. ശബരിമലത്തെ തന്ത്രാവകാശം താഴമൺ കുടുംബത്തിനാണ്. താഴമൺ കുടുംബത്തിനെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന തന്ത്രി, ഏറ്റവും സീനിയർ തന്ത്രി, അദ്ദേഹത്തിനാണ് കാരായ്മ പ്രകാരം ശബരിമലയിലെ താന്ത്രികാവകാശം. എല്ലാ വർഷവും ധനുമാസം 28-ാം തീയതി മുതൽ മകരമാസം 5-ാം തീയതി വരെ ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന തന്ത്രി അല്ലെ കുടുംബത്തിലെ കാരണവരാണ് ശബരിമല പൂജകൾ നടത്തേണ്ടത്. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഞാനാണ് സർവ്വം, ശബരിമല മുതിർന്ന തന്ത്രിയാണ് മഹേശ്വര തന്ത്രിയോടൊരു കാര്യം ആലോചിച്ചിട്ടില്ല. അതിനുശേഷം മഹേശ്വര തന്ത്രിയുടെ മരണത്തിന് ശേഷം കണ്ടൊരു മോഹന തന്ത്രിയാണ് ശബരിമലത്തെ സീനിയർ തന്ത്രി. അദ്ദേഹത്തിന്റെ വീട്ടിന് തൊട്ടടുത്താണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഒരു കാര്യം അദ്ദേഹം ആലോചിക്കാറില്ല. കോടതി തന്നെ ചില കാര്യങ്ങളും ഒക്കെ വായിക്കാൻ പോലും പറ്റില്ല. കണ്ടൊരു മോഹന അഗ്നിശുദ്ധി വരുത്തി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധീനതയിലുള്ള മഹാക്ഷേത്രങ്ങളിലെല്ലാം കണ്ടൊരു മോഹനർ പോകുന്നുണ്ട്, വിദേശങ്ങളിൽ പോകുന്നുണ്ട്, അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്നുണ്ട്. അവിടെ എങ്ങും ഒരു ഐത്തമില്ല. ശബരിമല ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു മൈനർ ക്ഷേത്രമാണ്, മഹാക്ഷേത്രമല്ല. ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്നത് കൊണ്ടോ ഏറ്റവും അധികം വരുമാനം ഉള്ളത് കൊണ്ടോ ശബരിമല ക്ഷേത്രം മഹാക്ഷേത്രമാകുന്നില്ല. അവിടെ നടന്ന സർവ്വ ഉഡായിപ്പുകളും ഒന്നിടവിട്ട വർഷങ്ങളിൽ, ഞാൻ ഇന്നലെയും പറഞ്ഞു, 2006 മുതൽ 2026 വരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുക. ഒന്നിടവിട്ട വർഷങ്ങളിൽ മഹേശ്വര തന്ത്രിയും അത് കഴിഞ്ഞ് രാജീവ് തന്ത്രിയുമായിരുന്നത്. രാജീവ് തന്ത്രി ഇരുന്ന കാലത്താണ് ഈ ഉഡായിപ്പുകളെല്ലാം നടന്നത്. കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാൻ ഒട്ടും മടിയില്ല എന്ന് പറഞ്ഞതുപോലെ പണം കിട്ടുമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് കാര്യത്തിനും കൂടുതൽ. ഇപ്പം അടുത്ത വർഷം ഇപ്പം ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ മഹേഷിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അടുത്ത വർഷം ശബരിമല വരേണ്ടത് താഴമൺ മഠത്തിലെ തന്ത്രി എന്നുള്ളൊരു രാജീവ് തന്ത്രിയാണ് വരേണ്ടത്. രാജീവ് തന്ത്രി വന്ന് ചിങ്ങമാസം 1-ാം തീയതി ശബരിമല ശ്രീകോവിലിൽ കയറും. ശ്രീകോവിലിൽ കയറിയ ഉടനെ അദ്ദേഹം പറയും, ശബരിമലത്തെ അയ്യപ്പൻ്റെ വിഗ്രഹം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്, വിള്ളൽ വീണിട്ടുണ്ട്, നിരന്തരമായ നെയ്യഭിഷേകം കൊണ്ട് ചൂട് കൂടി അയ്യപ്പൻ്റെ വിഗ്രഹം പൊട്ടിയെന്ന്. എനിക്കോ സ്മൃതിക്കോ മറ്റൊരാൾക്കോ അതിൻ്റെ അത് കയറി നോക്കാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നത് മേശാന്തിയും കീഴ്ശാന്തിയും മറ്റു പരികർമ്മങ്ങളെല്ലാം ഏറ്റുപാടും, വിഗ്രഹത്തിന് കേടുപാടുണ്ട്. ഉടനെ ആന്ധ്രയിൽ നിന്ന് കർണാടകയിൽ നിന്ന് ഒരു സ്പോൺസർ വരും, 5 കോടി രൂപ ഞാൻ സ്പോൺസർ ചെയ്തേക്കാം, വിഗ്രഹം ഉണ്ടാക്കണം. ഉടനെ അനന്തനാചാര്യെ വിളിക്കും, ഒരു വിഗ്രഹം ഉണ്ടാക്കണം. വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠ നടക്കും. പ്രതിഷ്ഠ കഴിയുമ്പോൾ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനാണ് ഞാൻ, എൻ്റെ മകനാണ് അയ്യപ്പൻ, എനിക്കിത് അവകാശപ്പെട്ടതാണ് എന്നും പറഞ്ഞ് ഇദ്ദേഹം വിഗ്രഹം എടുത്തുകൊണ്ട് പോകും. ഇപ്പം നിലവിലിരിക്കുന്ന വിഗ്രഹമുണ്ട്, അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അയ്യപ്പനായിട്ട്, കാരണം ഇതെല്ലാം അയ്യപ്പൻ്റെ കളിയാണ്. അയ്യപ്പൻ എവിടെ വിളി പൊങ്ങുന്നത് അവിടെ ഭഗവാൻ വരും.
എല്ലാം മറന്ന് വിളിക്കുവാൻ മക്കളെ സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ് പറയുന്നത്. കാരണം ഭഗവാന്റെ ഭക്തനെ ഏതൊരു ഭക്തനെയും ഭഗവാൻ കാത്തു രക്ഷിക്കും. തന്ത്രി ശബരിമല ഇത്രയും കാലം ശബരിമല പൂജിച്ചു, അദ്ദേഹം ഇപ്പൊ അഴിക്കുള്ളിൽ പോയി കിടക്കുന്നത് എന്തുകൊണ്ട് അയ്യപ്പൻ അദ്ദേഹത്തെ രക്ഷിച്ചില്ല? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണിത്. അയ്യപ്പനാണ് തീരുമാനിക്കുന്നത്. 100% അല്ല 101% എനിക്ക് വിശ്വാസമുണ്ട്. ശരി, ക്ഷേത്രത്തിൽ കേടായ തടിയാണെങ്കിൽ തടി ചിത കൂട്ടി അത് നശിപ്പിക്കണമെന്നാണല്ലോ പറയുന്നത്. ലോഹമാണെങ്കിൽ ഉരുക്കി ദേവന് ഉപയുക്തമാകുന്ന രീതിയിൽ മാറ്റണമെന്ന്, അങ്ങനെയാണല്ലോ അല്ലേ? അപ്പോൾ ഈ വാജിവാഹനം അങ്ങ് പറഞ്ഞതുപോലെ അത് തിരിച്ചു കൊണ്ടുവന്ന് ഈ വാജിവാഹനം താഴെ ഇറക്കി കഴിയുമ്പോൾ അതിലുള്ള ദേവന്റെ എന്താണ് സാന്നിധ്യം അതിൽ ഇല്ലാതാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഉരുക്കിയിട്ടല്ലേ ഈ പറഞ്ഞ മാറ്റി ശരി, ചൈതന്യമില്ലാത്ത വാജിവാഹനം ഉരുക്കിയിട്ടല്ലേ കൊടുക്കട്ടെ? അങ്ങനെയല്ലേ ഈ പറഞ്ഞത്? അങ്ങ് പറഞ്ഞത് പകരമാണെങ്കിൽ ഉരുക്കിയിട്ടാകണം. അത് ജഡമാണ്. അത് ഉരുക്കാതെ ക്ഷേത്ര പരിസരം വിട്ടു പോകാൻ പാടില്ല. അത് ഉരുക്കാതെയാണ് പാടില്ല. അത് ദാനമാണ് കിട്ടുന്നത്. ശരി, ഉരുക്കാതെ വീട്ടിൽ കൊണ്ടുവച്ചു അല്ലേ? യജമാനൻ എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. അയ്യപ്പൻ മൈനറാണ്. യജമാനൻ ആണ് രക്ഷിതാവ്. യജമാനനാണ് ദാനം ചെയ്യുന്നത്. ദാനം കിട്ടിയ വസ്തുവാണത്. ദാനം കിട്ടി അദ്ദേഹത്തിന് ഉപയോഗിക്കാം. അതിന് കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയാം, ചെറുനാട് മഹാദേവ ക്ഷേത്രത്തിൽ 3 കൊടിമരങ്ങൾ ഉണ്ടായിരുന്നു. ആ 3 ദാനമാണ്, അത് അവകാശമല്ല. 3 കൊടിമര പ്രതിഷ്ഠ നടത്തി തന്ത്രി കണ്ഠര് മോഹനരാണ് നടത്തി. ഞാൻ ഇതിന് പോയിരുന്ന ആ 3 കൊടിമരത്തിന്റെ മുകളിലത്തെ വാഹനം ഏറ്റുവാങ്ങിയിട്ട് അദ്ദേഹം ദക്ഷിണ മേടിച്ചിട്ട് അവിടെ തന്നെ കൊടുത്തിട്ട് പോന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു വാഹനം കൊണ്ടുപോയിട്ടില്ല. ഇത് ഇത്രയും വിലയുള്ള സാധനമാണ്. കാരണം ഹൃദയവർക്ക് ഒരു കൊടിമരത്തിന്റെ ഏറ്റവും കുറഞ്ഞ ആയുസ് എന്ന് പറഞ്ഞാൽ 500 വർഷം അല്ലെങ്കിൽ 250 വർഷം അല്ലെങ്കിൽ 100 വർഷം. ഇത് വെറും 47 വർഷമായിട്ടുള്ളൂ. ആ കോൺക്രീറ്റ് പാളി പൊളിക്കുമ്പോൾ ഒരു കേടുപാടുകളും ഇല്ല. ഞാനവിടെ ദൃക്സാക്ഷിയാണ്. അത് രാത്രി ഇടിച്ചു പൊളിച്ച് കഷ്ണങ്ങളാക്കി ചാക്കി കെട്ടി ട്രാക്ടറിൽ പമ്പയിൽ എത്തിച്ച് ഇപ്പം ആറാട്ട് നടക്കുന്ന മണ്ഡപത്തിന്റെ അവിടെയാണ് നിമഞ്ജനം ചെയ്തത്. ഇത് പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർക്കെല്ലാം മണ്ടത്തരം മനസ്സിലാക്കിയത്. ഇവരെല്ലാം ഇത് ദേവപ്രശ്ന വിധി പ്രകാരം അവർ പറഞ്ഞല്ല, ഇത് ചെതലരിക്കുന്നു, ഉറുമ്പരിക്കുന്നു, കൃമികീടങ്ങളുണ്ട്, അയ്യപ്പൻ അഹിതമാണ്, ദേവസ്വം ബോർഡ് ദോഷമുണ്ടാകും, പിന്നെ പരിപാലകർക്ക് ദോഷമുണ്ടാകും, ഭക്തജനങ്ങൾക്ക് ദോഷമുണ്ടാകും, അടിയന്തരമായിട്ട് മാറണം എന്ന് പറഞ്ഞു. ഇതെങ്ങനെ ഇവർ സ്കാൻ ചെയ്തെടുത്തോ? മഹേഷ് പണിക്കർ പറഞ്ഞ 101% ശരിയാണ്. ഇതിന്റെ അകത്ത് സർവ്വ ഉഡായിപ്പാണ്. ഈ ഉഡായിപ്പിന് നേതൃത്വം കൊടുത്ത LDF-ഓ UDF-ഓ അല്ല, ഇവരാണ്. നിയമത്തിൽ കോടതി വരാം. മറ്റൻ നമ്പൂരെ വിട്ട് സംസാരിപ്പിച്ചാണ് അദ്ദേഹം. ഞാനിത് വെറുതെ പറയുന്നതല്ല, തെളിവുകളുടെ പിൻബലത്തിൽ ഞാനിത് സ്മൃതിക്ക് ഇത് മൊത്തം ഞാൻ വാട്സാപ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. ഇതിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു. ഞാൻ എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ തന്ത്രിമാരുടെ എല്ലാം ആലോചിക്കും. യോഗക്ഷേമ സഭയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന രാധാകൃഷ്ണൻ പോറ്റി അദ്ദേഹം സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞതെന്ന്. മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി ഇപ്പോഴത്തെ തന്ത്രി മഹേഷിന്റെ ഗുരുനാഥനാണ്. ഏത് മുതുപാതിരാത്രിക്ക് വിളിച്ച് ചോദിച്ചാലും അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമായിട്ട് ശ്ലോകങ്ങൾ സഹിതം പറഞ്ഞു തരും. തെളിവോടെയാണ് പറയുന്നത്. ശരി, സമയക്കുറവുകൊണ്ടാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ അങ്ങ് തന്നെ പറഞ്ഞു കോടതി നിയോഗിച്ച കമ്മീഷണർമാർ വരെ അല്ലേ അവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി എന്താണ് അങ്ങയുടെ പ്രതീക്ഷ? കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി വരെ അതിനകത്ത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം ഇത് കോടതിയുടെ കുഴപ്പമല്ല. നമ്മുടെ കോമൺ ലോ സിസ്റ്റത്തിൽ ജഡ്ജിമാർ ന്യൂട്രലാണ്. ജഡ്ജിമാർക്ക് സ്പോട്ടിൽ പോയി അന്വേഷിക്കാൻ ഒക്കില്ല. അതുകൊണ്ടാണ് ഈ റിട്ടയർ ചെയ്തവരെയൊക്കെ അയക്കുന്നത്. അവരുടെ ജോലി കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവരവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഓംബുഡ്സ്മാനും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പോകുന്ന റിട്ടയർ ചെയ്ത ജഡ്ജിമാരും ഇതുവരെ ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. റിട്ടയർ ചെയ്ത ജഡ്ജിമാർ എക്സെപ്റ്റ് സിരിജഗൻ സാറ്, ബാക്കിയുള്ള ജഡ്ജിമാരെല്ലാം ഇവരുമായിട്ട് അങ്ങ് ചേരും. ഈ നമ്മുടെ ദേവസ്വം ജീവനക്കാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാം കൂടെ ചേർന്ന് ഇവരൊരു കള്ള റിപ്പോർട്ട് എഴുതി കൊടുക്കുക. ഇതൊന്നും ആരും ഇതുവരെ ചലഞ്ച് ചെയ്തിട്ടില്ല, ആരും കോടതിയിൽ പോയിട്ടില്ല. പിന്നെ എന്താ സ്മൃതി അവസാനം ചോദിച്ചെന്താ? ഞാൻ ചോദിച്ചത് അമിക്കസ് ക്യൂറി അവിടെ വരുന്നു. അല്ല, അമിക്കസ് ക്യൂറി അവിടെ വന്ന് എല്ലാം നിരീക്ഷിച്ച് കോടതി അറിയിക്കേണ്ട ആളാണ്. പക്ഷെ അദ്ദേഹം പോലും അതിന്റെ കൂടെ ചേരുന്നു എന്ന് പറയുമ്പോൾ ഇനി എന്താണ് പ്രതീക്ഷ എന്നാണ് ചോദിച്ചത്. അത് പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് 4 മാസമായിട്ട് പറയുന്നത് നമുക്കിനി അതും കൂടെ നോക്കാം. CAG തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി CAG ആണ്. അപ്പോൾ CAG വരണമെങ്കിൽ അത് വേറെ ചില ചുറ്റുവട്ടങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്താലേ CAGക്ക് വരാൻ പറ്റുള്ളൂ. നമ്മുടെ AG's ഓഫീസിലെ IAS ഓഫീസേഴ്സ്, നമ്മുടെ വിനോദ് റായ് സാറാണല്ലോ, അറിയാമല്ലോ, പത്മനാഭ ക്ഷേത്രത്തിലൊക്കെ വന്ന് അതേ ഉള്ളൂ, വേറെ മാർഗമില്ല. അല്ലെങ്കിൽ പിന്നെ സിറ്റിംഗ് ജഡ്ജി വരണം. ജയകൃഷ്ണൻ, നമ്മുടെ ഇപ്പോഴത്തെ ജയകൃഷ്ണൻ, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. പക്ഷേ സിറ്റിംഗ് ജഡ്ജിക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. അതൊക്കെയാണ് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ.
ശരി, വളരെ നന്ദി ശ്രീ വി ഗോപാലകൃഷ്ണൻ, ശ്രീ മധുമണിമല, ശ്രീ രാജു പി നായർ, ഒപ്പം തന്നെ ശ്രീ എം ജയചന്ദ്രൻ, മഹേഷ് പണിക്കർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.